أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. والصلاة والسلام على من لا نبي بعده والذي ينزل عليه الفرقان العليم لهداية الأنام من الضلال إلى الهدى. وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إن أريد الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافل الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. وقال نبينا محمد رسول الله صلى الله عليه وسلم: الدنيا كلها متاع وخير متاع الدنيا المرأة الصالحة. يا من يجيب دعاء المضطر في الظلم يا كاشف الضر والبلوى مع السقم. قد نام وفدك حول البيت وانتبهوا وأنت يا حي يا قيوم لم تنم. إن كان فوق لا يرجوه ذو جرم فمن يجود على العسين بالنعم. ആദരണീയരായ വേദിയുടെ ഉദ്ഘാടനം ചെയ്ത് ഈ വേദിയെ ധന്യരാക്കിയ ജിദ്ദ കേന്ദ്രമായി നടക്കുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെയും
സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെയും അതിന്റെ കീഴ്ഘടകങ്ങളുടെയും ഒക്കെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന പ്രവാസികളായ നമുക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന കേരളക്കാരായ നമുക്ക് അഹ്ലു ബൈത്തിന്റെ നേതൃത്വത്തിൽ സംതൃപ്തരാകുന്ന കേരളക്കാരായ നമുക്ക് പ്രവാസ ലോകത്തും നേതൃത്വം നൽകാൻ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽ നിന്ന് ലഭിച്ച ആദരണീയരായ സയ്യിദ് ഉബൈദുല്ലാ തങ്ങൾ അവറുകളെ, ഈ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന എന്റെ പ്രിയങ്കരനായ സഹോദരനും അതേപോലെ സഹപാഠിയും സുഹൃത്തുമൊക്കെയായ എല്ലാമായ ആദരണീയരായ ഉസ്താദ് അബ്ദുൽ ബാരി ഹുദവി അവറുകളെ, സാധാരണ ഗൾഫിൽ പോയാൽ ആകെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാറുണ്ട്. മൂപ്പര് നമ്മൾ പഠിക്കണമെന്ന് എങ്ങനെയാണോ കണ്ടത് അതേമാതിരി ഇപ്പോഴും സാധാരണ ഒരു കൊല്ലം കഴിഞ്ഞാൽ വയസ്സ് കൂടും, മൂപ്പർക്ക് വയസ്സും കൂടാറില്ല എന്ന് തോന്നുന്നു. അല്ലാഹു ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സ് അവർക്കും നമുക്കൊക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എന്തെങ്കിലുമൊക്കെ മാറ്റം പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ അധ്യക്ഷ മൂപ്പരാന്ന് കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, നേരത്തെ തന്നെ ഒരാൾ പറഞ്ഞിരുന്നു. അപ്പം എന്തായാലും കാണുമല്ലോ, അധ്യക്ഷനില്ലാതിരിക്കൂലല്ലോ, യാതൊരു മാറ്റവുമില്ല, അതേപോലെ. അൽഹംദുലില്ലാ, അന്ന് നരച്ചും കൂടി എന്നെ എപ്പോഴും നരച്ചിട്ടുള്ളൂ തോന്നുന്നു. പിന്നെ എൻ്റെ ശേഷം നരച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ആ നര ഇപ്പോഴല്ല അന്നേ ഉണ്ട് മൂപ്പർക്ക്. അതുപോലെ വേദിയിൽ ഉപവിട്ടരായ നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഒരു അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ചുറ്റുപാട് നമുക്ക് സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കിത്തരുന്നതിൽ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ആദരണീയരായ അലി ഉസ്താദ് അവറുകളെ, സ്നേഹനിധിയായ അബൂബക്കർ ദാരിമി ഉസ്താദ് അവറുകളെ, സദസ്സിലുള്ള ആദരണീയരായ ഹസൻ ഹുദവി അവറുകളെ, അതേപോലെ ഹാഫിൽ ജാഫർ വാഫി ഉസ്താദ്, ഉസ്താദ് അബ്ദുൽ കരീം വാഫി, ആദരണീയരായ അബ്ദുസലാം ഫൈലി ഉസ്താദ് കടങ്ങല്ലൂർ, ആദരണീയരായ കുപ്പം അബ്ദുള്ള സാഹിബ്, പറപ്പൂർ അബ്ദുൽ അസീസ് സാഹിബ്, അതുപോലെ നമ്മുടെ ഈ സദസ്സിനെ ഈ സദസ്സ് ധന്യമാകുന്നതിൽ സുത്യർഹ സേവനം നിർവഹിച്ച ആദരണീയരായ അബ്ദുൽ ജബ്ബാർ മണ്ണാർക്കാട് തുടങ്ങി വേദിയിലും സദസ്സിലുമൊക്കെ ഉള്ള ആദരണീയരായ സമുന്നതരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സയ്യിദ് സഹൽ തങ്ങളവറുകളെ, ആദരണീയരായ എൻ്റെ സഹോദരൻ അഷ്റഫ് കണ്ണൂർ കാവുംപൊടി, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെയും ജിദ്ദ SKICയുടെയും SYSന്റെയും ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളാക്കുന്നതിൽ കഠിനാധ്വാനം ചെയ്ത ജിദ്ദ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ജിദ്ദ കമ്മിറ്റിയുടെയും ഒക്കെ സമുന്നതരായ നേതാക്കളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ സ്നേഹിച്ചു മാത്രം ഈ വേദിയിൽ പങ്കുകൊണ്ട സ്നേഹനിധികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വലിയുമ്മ, മനുഷ്യകുലത്തിന്റെ ആദ്യ മാതാവ്, ജീവിച്ചു മരണമടഞ്ഞ ഈ ഭൂമിയിൽ ഉപജീവനം തേടി ഉമ്മയുടെ ചാരത്ത് നിൽക്കാനും അള്ളാഹുവിന്റെ പരിശുദ്ധമായ കബാലയത്തിൽ ഇടക്കിടക്ക് പോയി പടച്ച റബ്ബിന്റെ ഭവനവുമായുള്ള ബന്ധം പുതുക്കാനും പറ്റാവുന്ന അവസ്ഥയിൽ ഉള്ള ഒരു നാട്ടിൽ നമുക്ക് ഉപജീവനം നൽകിയ റബ്ബിനെ നമ്മൾ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാ പവിത്രതയും മാനിച്ചും പരിഗണിച്ചും ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ഈ മണ്ണിൽ നിന്ന് നമ്മൾ ഏറ്റെടുക്കേണ്ട സന്ദേശങ്ങളൊക്കെ ഏറ്റെടുത്ത്
ഉപജീവനം മാത്രമല്ല ഉഖറവിയായ ജീവിതത്തെ ധന്യമാക്കുവാനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരല്പസമയം ഞാൻ എന്തു പറയണം ഈ വേദിയിൽ എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. ക്ഷണിച്ച ആളോട് ഞാൻ ക്ഷണിച്ച അന്ന് ചോദിച്ചു എന്തു പറയണം എന്ന് പറഞ്ഞു, എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഇന്നും ഞാൻ ചോദിച്ചു എന്ത് പറയണം, അപ്പൊ എന്നോട് പറഞ്ഞു എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ വിഷയം എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ അതിപ്രധാനമായി അറിയേണ്ട ചില കാര്യങ്ങൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് നിങ്ങൾ നൽകിയ പേര് വല്ലാതെ ഇഷ്ടപ്പെട്ടു. മവദ്ദ എന്നാണ് ഈ കുടുംബ ക്ലാസ്സിന് നിങ്ങൾ നൽകിയ പേര്. മവദ്ദ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളത് പറഞ്ഞപ്പോഴും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ ആമുഖമായി ആ ആയത്ത് തന്നെ ഓതിയത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. ഈ ആയത്തിൽ നിങ്ങൾ നൽകിയ പേരുണ്ട്. ഈ ആയത്തിൽ നിന്നാവാം നിങ്ങൾ ആ പേരെടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മവദ്ദ പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പദമാണ് മവദ്ദ. എന്ത് വിഷയം പറയണം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആമുഖമായി നിങ്ങൾ നൽകിയ ഈ പേരിൽ കേന്ദ്രീകരിച്ചാവട്ടെ ഇന്നത്തെ ചർച്ച എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ലഭ്യമായ സമയം നൽകപ്പെട്ട അനുവദിക്കപ്പെട്ട സമയത്തിനകത്ത് മാത്രമേ നമ്മുടെ ചർച്ച ഒതുങ്ങുകയുള്ളൂ എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. മവദ്ദ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ഈ പദം വിശദീകരിക്കാൻ മാത്രമുള്ള ഇൽമു ഉള്ള ആളല്ല നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നതെങ്കിലും നമ്മുടെ അറിവിലും ചിന്തയിലും വായിലും എത്തിപ്പെട്ട പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്ന രീതിയിലാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. ഞാൻ നിങ്ങളോട് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തന്നെ മവദ്ദയാണ്, സ്നേഹമാണ്. ഒരു വാക്കിൽ ഒരു ഭാഷ നമ്മളതിനെ ഭാഷാന്തരം ചെയ്യുമ്പോൾ ഒരു വിധത്തിൽ നമുക്കത് സ്നേഹം എന്ന മലയാള പദത്തിൽ നമുക്കതിന് പരിഭാഷ നൽകാൻ കഴിയും. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ പരിശോധിച്ചാൽ നിർമ്മലമായ സ്നേഹമാണ് ആ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആരോട്? എല്ലാവരോടും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 സംവത്സരക്കാലം കൊണ്ട് എങ്ങനെ ഒരു സമൂഹത്തിനും ഒരു നേതാവിനും കഴിയാത്ത അത്രയും വലിയ വിപ്ലവാത്മകമായ പ്രവർത്തനം എങ്ങനെ ലോകത്തെ ഏറ്റവും നീചരും നികൃഷ്ടരുമായിരുന്ന ഒരു വിഭാഗത്തിൽ എങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിപ്ലവാത്മകമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ വാളല്ല, പരിചയമില്ല, കുന്തമല്ല, അടിപിടികളല്ല, വാക്സാമർഥ്യമല്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച സമൂഹത്തിൽ കാണിച്ച നിർമ്മലമായ സ്നേഹമായിരുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഹബീബിനെ പരിചയപ്പെടുത്തിയത് എങ്ങനെ? ഞാൻ നിങ്ങൾ എല്ലാ ഭാഗവും ഈ ചർച്ചയിൽ നടത്തുന്നുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗൗരവക്കാരനായിട്ടല്ല ഖുർആൻ പരിചയപ്പെടുത്തിയത്, പിന്നെയോ നിർമ്മല മനസ്സിന്റെ ഉടമസ്ഥനായിട്ടാണ്. വലൗ കുന്ത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. ഹബീബായ നബിയേ, അങ്ങ് പരുഷമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നെങ്കിൽ, അങ്ങ് പരുഷമായ മനസ്സിന്റെ ഉടമസ്ഥനായിരുന്നെങ്കിൽ അങ്ങയുടെ ചുറ്റും ആരും ഉണ്ടാകുമായിരുന്നില്ല ഹബീബായ നബി എന്ന് വിശുദ്ധ ഖുർആൻ ഹബീബിനെ എടുത്തു പറയുന്നുണ്ട്. എന്തിനാ അത് എടുത്തു പറഞ്ഞത്? നമ്മൾ മനസ്സിലാക്കാനാണ്.
സ്നേഹമുള്ളവന്റെ ചുറ്റുമേ ആളുണ്ടാവുകയുള്ളൂ. വാപ്പ സ്നേഹമുള്ള വാപ്പയാണെങ്കിൽ വാപ്പയുടെ ചുറ്റും കുട്ടികളുണ്ടാവും. അല്ലെങ്കിൽ വാപ്പയുടെ സ്നേഹം മക്കളിലേക്ക് യാതൊരു തടസ്സവുമില്ലാതെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമസംഹിതകൾക്ക് വിധേയമായില്ലാതെ നിർമ്മലമായി തന്റെ മക്കളിലേക്ക് പിതാവിൽ നിന്ന് സ്നേഹം ഒഴുകിത്തുടങ്ങിയാൽ ഒരു കുട്ടിയും വാപ്പയെ വിട്ട് ഓടിപ്പോകും എന്ന് മനസ്സിലാക്കാൻ മാത്രമുള്ള വിഡ്ഢിത്തം എനിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെ അഭിപ്രായം എന്താ എനിക്കറിയില്ല. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച 2 പദമുണ്ട്. അത് ഏറ്റവും പ്രധാനമാണ് മവദ്ദ, സ്നേഹം, എല്ലാവരോടും സ്നേഹം. തന്നെ അതിക്രമിക്കാൻ വന്ന ശത്രുവിനോട് പോലും സ്നേഹം. നമുക്കില്ലാതെ പോയൊന്നതല്ലേ, നമുക്കില്ലാതെ പോയൊന്നതാണ്. ഇന്ത്യ രാജ്യത്ത് മതേതരത്വ രാജ്യമായി ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ മഹാഭൂരിപക്ഷത്തിനും ഇല്ലാതെയായി പോയ വലിയൊരു അപകടം ഇതാണ്. തന്നെ കൊടിയ ശത്രുവായി കാണുന്നവനോട് പോലും പുണ്യനബി സ്വീകരിച്ച നിലപാടെന്താ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച നിലപാട് നിർമ്മലമായ സ്നേഹം. നമ്മൾ ചെറുപ്പത്തിലെ ഞാൻ സായിഫിൽ പോയപ്പോഴാണ് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഈ വഴിക്കാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലൂടെ വിറകുമായി നടന്നുപോയ ആ പെണ്ണിന്റെ സംഭവം ഉണ്ടായത് ഇവിടെയാണ്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, പുണ്യനബിയുടെ മുമ്പിലൂടെ വിറക് കെട്ടുമായൊരു വൃദ്ധയായ മാതാവ് കടന്നു പോകുമ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വൃദ്ധയായ മാതാവിനെ സഹായിച്ചപാടെ ഈ മോനോട് പറഞ്ഞെന്താ, ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ നീ നല്ലൊരു മനസ്സിന്റെ ഉടമ, നിനക്ക് എന്തെങ്കിലും പ്രതിഫലം തരണം എന്നെനിക്ക് ഈ ഉമ്മാക്ക് വലിയ താല്പര്യമുണ്ട്, കയ്യിലൊന്നും തരാനില്ല, അതുകൊണ്ട് വിലമതിക്കാനാവാത്തൊരു ഉപദേശം തരാം മോനെ. മോനെ, മക്കയിൽ നമ്മുടെ ദൈവങ്ങളെ മുഴുവൻ തള്ളിപ്പളയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ കടന്നു വന്നിട്ടുണ്ട്, പൊന്നുമോൻ അവന്റെ ചതിയിൽ പെട്ടുപോകരുത് എന്ന് ആരോടാ പറഞ്ഞത്? ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അള്ളാഹുവിന്റെ ഹബീബ് ക്ഷമാപൂർവ്വം കേട്ടിരുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ വികാരം കൊള്ളൂലേ, മുഖത്ത് ഭാവമാറ്റം ഉണ്ടാവില്ലേ? നിങ്ങൾ നോക്കൂ, ഇത്ര വലിയ വിരോധമാണ് എന്ന് പറഞ്ഞാൽ ഇയാളെ കണ്ടിട്ടില്ല, കേട്ട വിരോധമാണ്. അതുകൊണ്ടാണ് പുണ്യനബിയോട് തന്നെ ഉപദേശം കൊടുത്തത്. ഇതാണ് ആ നബി എന്നറിയില്ല. മനസ്സിലെ അതിശക്തമായ വിരോധം നിർഗളിച്ചു വെളിയിലേക്ക് വന്നതാണ്. ക്ഷമാപൂർവം കേട്ടിരുന്നിട്ട് ചോദിച്ചു, ഉമ്മ നിങ്ങളാ പറയുന്ന ആള് ഞാനാണെങ്കിലോ? ഉടനെ ചോദിച്ചു, മോനെ നീയാണോ? അതെ. എന്നാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ പറയുന്നത് സമൂഹത്തിൽ ഇല്ലാതെയായി പോയിക്കൊണ്ടിരിക്കുന്നതും ഇതുതന്നെയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കുടുംബത്തിന്റെ ആണിക്കല്ലാവേണ്ടത് ഈ മവദ്ദയാണ് എന്ന വിഷയത്തിൽ മാത്രം ഞാൻ ഒതുങ്ങി നിൽക്കുകയാണ്. വിഷയം വളരെ വിശാലം. മക്കളോട് എങ്ങനെ പെരുമാറണം, മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിന്റെ അടിത്തറയുണ്ട്, സമൂഹത്തിൽ നമ്മൾ പെരുമാറേണ്ടത് എങ്ങനെ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പെരുമാറ്റത്തിന്റെയും ബന്ധത്തിന്റെയും അടിത്തറ എന്താകണം? പരിശുദ്ധ ഖുർആൻ കണിശമായി വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ഈ ആയത്തിലൂടെ കടന്നു പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മവദ്ദത്തും റഹ്മത്തും പറഞ്ഞ ഈ ആയത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരൽപ്പസമയം അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനായ അല്ലാഹു ഈ അണ്ഡകടാഹത്തിലേക്ക് കോടാനുകോടി സൃഷ്ടികളെ സൃഷ്ടിച്ചുകൊണ്ട് എത്രയാണ് എന്ന് ഇന്നുവരെ മനുഷ്യന് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഭൂമിയിൽ മാത്രം 1,60,00,000 ജീവജാലങ്ങൾ ഭൂമിയിൽ മാത്രമുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ആര്? ശാസ്ത്രലോകം. അവരെണ്ണി പറഞ്ഞതൊന്നുമല്ല, ഏകദേശ നിഗമനത്തിൽ പറഞ്ഞതാണ്. ഭൂമിയിൽ മാത്രം 1,60,00,000 ജീവജാലങ്ങൾ. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ എത്രയാണ് പറയാൻ പറ്റില്ല. ചൊവ്വയിൽ ജീവജാലങ്ങളുണ്ടോ? ഈയിടെയായി കഴിഞ്ഞ മാസം പത്രത്തിൽ ചൊവ്വയിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ച ഫോട്ടോ കണ്ടില്ലേ നിങ്ങൾ? പത്രത്തിൽ വന്നല്ലോ. അതിനടിക്കുറിപ്പ് എഴുതിയതെന്താ? ഒരു സ്ത്രീയുടെ രൂപമാണെന്ന് തോന്നുന്നു. അപ്പൊ ചൊവ്വയിൽ മനുഷ്യവാസമുണ്ടോ? അതിനടിക്കുറിപ്പ് എഴുതിയിരിക്കുകയാണ്.
വേറെ പ്രപഞ്ചത്തിലെ ഏതെല്ലാം ഗോളങ്ങളിലും ഗ്രഹങ്ങളിലും ജീവജാലങ്ങളുണ്ട് മനുഷ്യനറിയില്ല. ഞാൻ പറയുന്നത് പ്രപഞ്ചത്തിലേക്ക് അല്ലാഹു സൃഷ്ടിച്ച കോടാനുകോടി സൃഷ്ടികൾ. ഇന്ന് ഞാൻ ഓർക്കുന്നു, പരിശുദ്ധമായ കഅബയെ കുറിച്ച് പറഞ്ഞപ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വായിച്ചു പോയി. പ്രപഞ്ചത്തിൽ 15ഓളം ഭവനങ്ങളുണ്ട് അല്ലാഹുവിന്. ഓരോ ആകാശത്തിലും ഭവനങ്ങളുണ്ട്. 7 ഭൂമിയിലെ ഓരോ ഭൂമിയിലും ഭവനങ്ങളുണ്ട്. ഓരോ ഭവനത്തിനും കഹറമി ഹാദൽ ഹറം, ഈ ഹറം പോലെ ഹറമുണ്ട്. ഓരോ ഭവനത്തെയും പരിപാലിക്കാൻ ആളുകളുണ്ട്. ആരെ പഠിപ്പിക്കുന്നത്? നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ. അല്ലാഹുവിന്റെ ഹബീബ് സ്വന്തം ഇഷ്ടപ്രകാരമൊന്നും പറയാറില്ല. പുണ്യനബി എന്നിട്ട് പറഞ്ഞു, ഏറ്റവും ഭൂമിയുടെ മുകളിലുള്ള ഭവനമാണ് പരിശുദ്ധമായ കഅബാലയം. 7-ാം ആകാശത്തിന് മുകളിലുള്ള ഭവനമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, 7-ാം ആകാശത്തിന്റെ മുകളിൽ ഒരു ഭവനമുണ്ട്, ബൈത്തുൽ മഅ്മൂർ എന്നാണ് ആ ഭവനത്തിന്റെ പേര്. 6 ഭൂമിയിലുമുള്ള ഭവനത്തിന് മുകളിലാണ് ഈ ഭവനം. ആകാശത്തിലുള്ള 6 ഭവനത്തിനും മുകളിലാണ് ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന ഭവനം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പുണ്യനബി പറയാൻ 15 ഭവനമുണ്ട്, അതിനെ പരിപാലിക്കാൻ ആളുകളുണ്ട്, അതിനെ തവാഫ് ചെയ്യാൻ സൃഷ്ടിജാലങ്ങളുണ്ട്. ഞാൻ പറയുന്നത് കോടാനുകോടി സൃഷ്ടിജാലങ്ങൾ അല്ലാഹു ഭൂമിയിലേക്ക് പടച്ചുവിട്ടു. പരിശുദ്ധ ഖുർആൻ പറയാൻ, അവയിൽ അധിക സൃഷ്ടിജാലങ്ങളുടെയും നിലനിൽപ്പ് ഇണയും തുണയും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തു യാസീനിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ട്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർള് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ മിമ്മാ തുൻബിതുൽ അർള് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഭൂമി മുളപ്പിക്കുന്ന എല്ലാറ്റിലും മനുഷ്യ ശരീരങ്ങളിലും വമിമ്മാ ലാ യഅലമൂൻ, മനുഷ്യർക്ക് അറിയാത്ത പലതിലും ഇണകളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. മനുഷ്യരിൽ ഇണകൾ, ഭൂമിയിലെ സർവമാന സൃഷ്ടിജാലങ്ങളിലും ഇണകൾ. മനുഷ്യർക്കറിയാത്ത പലതിലും ഇണകളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ ഭാഷ്യം പരിശോധിച്ചാൽ കാണാം, ഭൂമിയെ പെണ്ണായും സ്ത്രീയായും ആകാശത്തെ ആണായും പുരുഷനായുമാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഖുർആന്റെ ശൈലി അങ്ങനെ, ഞാൻ അങ്ങോട്ട് കടന്നു പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രപഞ്ചത്തിന്റെ തന്നെ നിലനിൽപ്പ് ഇണയും തുണയും, നെഗറ്റീവും പോസിറ്റീവും, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുടുംബത്തിന്റെ അടിത്തറ സ്ത്രീയും പുരുഷനാണല്ലോ. സ്ത്രീയും പുരുഷനുമാണ് കുടുംബത്തിന്റെ അടിത്തറ. ഇവ രണ്ടുപേരും യോജിക്കുന്നതിലൂടെയാണ് കുടുംബമുണ്ടാകുന്നത് എന്ന് ഖുർആൻ വേറൊരു സ്ഥലത്ത് പറയുന്നത് ഇങ്ങനെയാണ്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ ഫത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. യാ അയ്യുഹന്നാ, ജനങ്ങളെ, ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്ത് ജീവിക്കണം. വഖലഖ മിൻഹാ സൗജഹാ, ആ ശരീരത്തിൽ നിന്ന് ആ ശരീരത്തിന് ആവശ്യമായി ഇണയും അല്ലാഹു സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, എന്നിട്ട് ഒരാണിനെയും പെണ്ണിലൂടെയും അല്ലാഹു ലോകത്ത് ധാരാളം സ്ത്രീ പുരുഷന്മാരെ കൊണ്ടുവന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ കുടുംബത്തിന്റെ അടിത്തറയാണ് വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീയും പുരുഷനും. എന്നാലോ ആണും പെണ്ണും യോജിക്കാതെ തന്നെ, ഒരുമിക്കാതെ തന്നെ മനുഷ്യലോകത്തെ സൃഷ്ടിക്കാനും കഴിയുന്നവനാണ് അല്ലാഹു. ആണും പെണ്ണും ഒരുമിച്ചില്ലെങ്കിലും മനുഷ്യനുണ്ടാവും. അല്ലാഹു അത് പഠിപ്പിച്ചല്ലോ. പിതാവും മാതാവുമില്ലാതെ അല്ലാഹു സൃഷ്ടിച്ച അബൂനാബുൽ ബശർ ആദം അലൈഹിസ്സലാം, പിതാവില്ലാതെ മാതാവിലൂടെ മാത്രം ഭൂമിയിലേക്ക് ജനിച്ച സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഇതൊക്കെ അല്ലാഹു മനുഷ്യന് മുമ്പിൽ കാണിച്ചു തന്ന ദൃഷ്ടാന്തങ്ങളാണ്. ആണും പെണ്ണും യോജിച്ചില്ലെങ്കിലും മനുഷ്യ പരമ്പരയെ നിലനിർത്താനും കഴിയുന്നവനാണ് അല്ലാഹു. പിന്നെ എന്തിനാണ് അല്ലാഹു
സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കുടുംബ ജീവിതം എന്ന രീതി അല്ലാഹു പാലിച്ചു. അല്ലാഹു അങ്ങനെ സ്വീകരിച്ചു പോന്നതെന്തിനാ? പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ശ്രദ്ധിക്കണം. ആ ആയത്ത് നമ്മൾ ആദ്യം പാരായണം ചെയ്തത്. ആണും പെണ്ണുമില്ലാതെ മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുന്ന റബ്ബ്, അതേപോലെ ആണില്ലാതെ മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുന്ന പടച്ച റബ്ബ്, ഈ റബ്ബ് എന്തിനാണ് ഒരാണും പെണ്ണും ഒരുമിച്ച് ജീവിച്ച് അങ്ങനെ കുടുംബ പരമ്പര നിലനിൽക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചതെന്താ? അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനല്ലേ? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പടച്ച റബ്ബ് എല്ലാറ്റിനും കഴിവുള്ളവനാണ്. പക്ഷേ അള്ളാഹു ഈ ഒരു രീതി സ്വീകരിക്കാനുള്ള കാരണം എന്താ? പരിശുദ്ധ ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. ആമുഖമായി നമ്മൾ ഓതി വെച്ച ആയത്ത് ശ്രദ്ധിക്കണം. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. ومن آياته അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്നവൻ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത് എന്തിന്? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കുവാൻ. കുടുംബജീവിതത്തിന്റെ അടിത്തറ എന്താണ്? കുടുംബമായി നമ്മളെ ജീവിപ്പിക്കുന്നത് കൊണ്ട് അല്ലാഹു രക്ഷീകരിച്ചിരിക്കുന്നത് ലിതസ്കുനു ഇലൈഹ, അടിസ്ഥാനപരമായ ലക്ഷ്യം സമാധാനമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അതായത് കുടുംബമായി ജീവിക്കുന്നതിലൂടെ മനുഷ്യന് ലഭിക്കുന്ന അനിർവചനീയമായ സമാധാനം ഉണ്ടോ? ഉണ്ടോ? ഉണ്ടില്ല? ഉണ്ടോ? 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 ഉണ്ടെന്നില്ല? ഉണ്ടോ? ഉണ്ടെങ്കിൽ 10 ദിവസം ലീവ് കിട്ടിയാലും നിങ്ങൾ നാട്ടിൽ പോകും. 55,000 ടിക്കറ്റിന് നോക്കുന്നില്ല. ഇന്നൊരാളിനോട് വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ 10-ാം തീയതിന്റെ മുമ്പ് ടിക്കറ്റ് എടുക്കുകയാണ്. അത് മൂപ്പര് നാട്ടിൽ പോകാനുള്ള ഇഷ്ടം കൊണ്ടല്ല, 10-ാം തീയതിക്ക് ശേഷം ടിക്കറ്റ് ഫെയർ കൂടുണ്ട്. ശ്രദ്ധിക്കണം, ഖുർആൻ പറഞ്ഞ പദമാണ്. എന്തിനാണ് കുടുംബമായി ജീവിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടാൻ. സക്കന എന്ന പദത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരണമെങ്കിൽ എനിക്ക് ഒറ്റടിക്കത് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സക്കന എന്ന് പറഞ്ഞാൽ അടങ്ങീന. മസ്കൻ എന്ന് പറയും നമ്മൾ. അറബിയിൽ സാധാരണ അറബിയിൽ ചോദിക്കാറുണ്ട് വൈൻ സക്കൻ അൻതാന്ന്. ഓല് പിന്നെ പൂർത്തിയാക്കി പറയില്ലല്ലോ. വൈൻ സക്കൻ അൻത വൈന തസ്കുനു അൻതാന്ന് നമ്മള് കിതാബ് ഓതി പഠിച്ചോലൊക്കെ പറയും. വൈന തസ്കുനു അൻത ഓലങ്ങനെ നേരെയുള്ള പറയും. നീ എവിടെയാണ് താമസിക്കുന്നത്? പണ്ട് ഞാൻ ഇതേപോലെ ഒരറബി പറഞ്ഞപ്പോൾ കുറെ 5-8 കൊല്ലം മുമ്പാണ് മിനേന്ന് പറഞ്ഞപ്പോൾ ഒരറബി അതേ ശൈലിയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കിയത്. എനിക്ക് ആ അറബി മാത്രമേ അറിയുള്ളൂ എന്നൊന്ന് മനസ്സിലായിരുന്നു. വൈന സുക്കൂൻ അൻത, നീ എവിടെയാണ് താമസിക്കുന്നത് എന്ന് അറബികൾ ചോദിക്കാറുണ്ട്. എന്നാ സുക്കൂൻ എന്നാ? അറബിയിൽ കണ്ടില്ല നിങ്ങളെ സുക്കൂൻ എഴുതൽ ഇങ്ങനെ റൗണ്ടിലാണ്, ഫത്തഹ് ഇങ്ങനെ, കസർ ഇങ്ങനെ, ലമ്മ് ഇങ്ങനെ ഒരു വളഞ്ഞു കെട്ടിയിട്ടാണ്. സുക്കൂൻ റൗണ്ടിലാണ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തേക്കും ചായവോ ചെരിവോ ഒന്നുമില്ല, ടെൻഷനൊന്നുമില്ലാതെ ഒരു സുഖമായിട്ട് ഉറങ്ങിക്കിടക്കണം. അതാണ് സുക്കൂൻ. സുക്കൂൻ അങ്ങനല്ലേ? ഇപ്പൊ നല്ല ഉഷാറായിട്ട് ഉറങ്ങിക്കിടക്കുക. മറ്റതങ്ങനല്ല, ടെൻഷനായിട്ട്. സുക്കൂൻ എന്ന് പറഞ്ഞാൽ ശാന്തത ലഭിക്കുക. നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ മനസ്സിലാവും. ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ കൊണ്ടുപോയി വെച്ച് വേണ്ട, നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എന്തായാലും ഭക്ഷണം കഴിക്കുമല്ലോ, റൂമിലെത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ മേശപ്പുറത്ത് വെക്കുക. വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ വെള്ളം അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. എപ്പോഴാണോ ആ വെള്ളം പൂർണ്ണമായി നിശ്ചയമാകുന്നത് അപ്പോഴാണ് ആ വെള്ളം സാക്കിനായി എന്ന് പറയാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കണേ, ഖുർആൻ ഉപയോഗിച്ച പദാണിത്. ഞാൻ എന്തെങ്കിലും പറയുകയില്ല, പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദം. എന്ന് പറഞ്ഞാൽ ഈ വെള്ളം എങ്ങനെ ശാന്തമാകുന്നോ അതുപോലെ മനുഷ്യ ഹൃദയം ശാന്തമാകണം. എപ്പോ? കല്യാണം കഴിച്ചാലും. ആരുടേത്? ഭർത്താവിൻ്റെതും ഭാര്യയുടേതും. എന്നാ ചില ആളുകൾ പറയാറുണ്ട്, കല്യാണം കഴിക്കണേ വലിയ സമാധാനം, കല്യാണം കഴിച്ചോടുകൂടി എന്റെ സമാധാനം പോയി. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ ഇണയും തുണയുമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വിവരിക്കാൻ കഴിയാത്ത അനിർവചനീയമായ മനസ്സമാധാനമുണ്ടാകണം.
അതാണ് കുടുംബജീവിതം കൊണ്ട് ലക്ഷ്യമെന്ന് വിശുദ്ധ ഖുർആനാണ് എടുത്തു പറയുന്നത്. ആ റബ്ബിനല്ലേ, ഈ മിഷനറി സൃഷ്ടിച്ച റബ്ബിനല്ലേ മിഷനറിയുടെ സ്വഭാവം പറയാൻ പറ്റുള്ളൂ? അല്ലേ? ഈ മൈക്ക് നിർമ്മിച്ച ആളുകൾക്കായി ഈ മൈക്ക് എങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ ഉപയോഗം എങ്ങനെ, രീതി എങ്ങനെ, സൗണ്ടിന്റെ ബാസ് എത്രയാണ്, ഇതൊക്കെ ഓൽക്കാ പറയാൻ പറ്റുക. അള്ളാഹു പറയാൻ, ഇതാണ് ഞാൻ കുടുംബമായി നിങ്ങളോട് ജീവിക്കണം എന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യം നിങ്ങൾക്ക് സമാധാനം കിട്ടാനാണ്. അള്ളാഹ്ക്ക് നമ്മൾ കുടുംബമായി ജീവിച്ചത് എന്ത് കിട്ടാൻ? അള്ളാഹുവിനെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചതുകൊണ്ട് പടച്ച റബ്ബിന്റെ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ അധികാരത്തിന് അല്പം വർധനവ് സംഭവിക്കുമോ? ഇല്ല. മനുഷ്യന് തന്നെയാണ് അതിന്റെ നേട്ടം. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അള്ളാഹു പറയുന്നൊരു കാര്യം ചെയ്താൽ അതുകൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് തന്നെയാണ്. അള്ളാഹു പറയുന്ന കാര്യം നിങ്ങൾ അതിന്റെ ധിക്കാരം പ്രവർത്തിച്ചാൽ അതുകൊണ്ട് വരുന്ന നാശവും നിങ്ങൾക്ക് തന്നെയാണെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കുടുംബമായി ജീവിക്കാൻ അള്ളാഹു പറഞ്ഞത് സമാധാനം ലഭിക്കാനാണ്. എങ്ങനെ സുകൂൻ, ഹൃദയത്തിന് ശാന്തത ലഭിക്കാൻ. ഏതുപോലെ ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ, അതുകൊണ്ടാണ് വീടിന് മസ്കൻ എന്ന് പറയാൻ കാരണം. ഞാൻ ചോദിക്കട്ടെ, ഇതിനെന്താ പറയാ? ഇതെന്താ സാധനം? ഇതെന്താ ആള് നല്ലതെന്താ സാധനം? നമ്മൾ ഈ നിൽക്കുന്നത് എന്താ? ഹോട്ടലല്ലേ? ഹോട്ടലിൽ എന്താ പറയല്? മത്അം. എന്താ മത്അം എന്ന് പറഞ്ഞ അർത്ഥം? തആം, ഭക്ഷണം. മത്അം, ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. എന്താ കാരണം? ഇവിടെ ഏറ്റവും കൂടുതൽ പണി നടക്കുന്നത് ഭക്ഷണം കഴിക്കലാണ്. ഇതേപോലുള്ള മീറ്റിംഗ് എപ്പോഴെങ്കിലും ആഴ്ചക്ക് 1 2 ഒക്കെ നടന്നെങ്കിലായി. 7 ദിവസവും ഇടതടവില്ലാതെ, വെള്ളിയാഴ്ച ലീവായപ്പോഴും ഭക്ഷണത്തിന് ലീവില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിന് മത്അം എന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്ന സ്ഥലത്തിന് പറയാറെന്താ? മദ്രസ എന്നാണ്. എന്തുകൊണ്ട്? അവിടെ വെച്ചാണ് കുട്ടികൾ ആവശ്യമുള്ളത് പഠിക്കുന്നത്. പഠനവും പഠിപ്പിക്കലൊക്കെ നടക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് അതിന്റെ പേര് മദ്രസ. ഞാൻ ചോദിക്കട്ടെ, സ്കൂളിൽ വെച്ച് ഭക്ഷണം കഴിക്കില്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. എന്നാ മത്അം എന്ന് പറയാറില്ല സ്കൂളിനെ കുറിച്ച്. ഇവിടെ വെച്ച് ഇത്തരത്തിലുള്ള മജ്ലിസുകൾ നടക്കാറുണ്ടല്ലോ. ഞങ്ങൾ പുറത്തു പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾ മജ്ലിസ് നല്ലല്ലോ അതിന്റെ പേര് എഴുതി വെച്ചത്, മത്അം. കാരണം ഇവിടെ നടക്കണ പണി അതാണ്. ഞാൻ പറയുന്നത്, ഇതേപോലെ വീടിന് ശരിക്കും പേര് കൊടുക്കേണ്ടത് മസ്കന്നല്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടത് ഉറങ്ങണ സ്ഥലം എന്നാണ്. കാരണം ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ പണി നടക്കുന്നത് എന്താ? ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന പണി ഏതാ? ഉറക്ക. ഏറ്റവും കൂടുതൽ സമയം നടക്കുന്ന പണി ഉറക്കാം. അതല്ലെങ്കിൽ പിന്നെ കൊടുക്കേണ്ടത് മത്അം. കാരണം 5 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നിസ്കാരം എത്ര സമയം? അല്ല, ഉണ്ടില്ലല്ലോ. എത്ര? 5 അല്ലേ? എന്നോട് ഖത്തറിൽ സഹോദരൻ പറഞ്ഞു, സാറേ ഗൾഫിലൊക്കെ 4 വക്തുള്ളൂ. അപ്പൊ എനിക്കൊരു പിടി കിട്ടിയില്ല. ഞാൻ ചോദിച്ചു എന്താ? എന്നോട് പറഞ്ഞു 4 ഉള്ളൂ സാധ്യത. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ? എന്നോട് പറഞ്ഞു സുബൈയും ദൂറും കൂടി ജമ്മാക്കലാണ്. അപ്പോ നിസ്കാരം 5 വക്ത. അതേപോലെ ഭക്ഷണം. ഖുർആൻ ഈ ഭക്ഷണവും നിസ്കാരവും ഒരുമിച്ച പറഞ്ഞു. ഞാൻ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് കുറെ നേരം ഞാൻ എന്തോന്നറിയില്ല, കുറെ സമയം ഞാൻ നിശ്ചലനായിരുന്നു പോയി. ഖുദൂ യാ ബനീ ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ. മനുഷ്യ സന്തതികളെ, യാ ബനീ ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. പള്ളിക്ക് പോകുമ്പോൾ നല്ല ഭംഗിയുള്ള വസ്ത്രമൊക്കെ ഇട്ടിട്ട് പോകണം. എങ്ങനെ? നേരത്തെ തങ്ങൾ പറഞ്ഞ മാതിരി കറുപ്പ് കുപ്പായും വെള്ള തുണി കൊടുത്തിട്ടല്ല, വേറെ തന്റെ ഭാഷ അല്ല. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടത് വെള്ളവേഷമാണ്. പുണ്യനബിക്ക് നല്ല ഭംഗിയുള്ള വസ്ത്രമിട്ട് നിങ്ങൾ പോകണം. വകുലു, നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യണം. വശ്റബു, കുടിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ നിസ്കാരം പറഞ്ഞ അതേ ആയത്തിനാണ് അള്ളാഹു ഭക്ഷണം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭക്ഷണം കഴിക്കേണ്ട സമയം എപ്പോഴാണ് അള്ളാഹു പറഞ്ഞെന്നാ. എപ്പോഴാണോ നിസ്കരിക്കുന്നത് അപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുക. ഒരു മസല നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ? നിസ്കാരത്തിന് മുമ്പന്നെ ഭക്ഷണത്തോട് താല്പര്യം ആദ്യം കഴിച്ചേക്ക് എന്നിട്ട് നിസ്കരിച്ചാൽ മതി. അള്ളാനെ ഓർമ്മ കിട്ടൂല എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. എപ്പോഴാണോ നിസ്കാരം കഴിഞ്ഞത് അപ്പോഴാണ് ഭക്ഷണം. സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ഫുത്തൂർ, അറബിളൊക്കെ അപ്പള കഴിക്കുക. നമുക്ക് പ്രവാസികൾക്ക് ഫുത്തൂർ ഇല്ല, എന്നാൽ ഫുത്തൂർ കഴിക്കണം. സുബൈ നിസ്കാരം കഴിഞ്ഞ പാടെ ഫുത്തൂറിന്റെ സമയം. ഈ സമയം എനിക്ക് പഠിപ്പിച്ചെന്ന് ആരറിയോ? എനിക്ക് പഠിപ്പിച്ചത് കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ വലിയ ഡോക്ടറാണ്. എന്നെ കണ്ടപാടെ ചോദിച്ചു, ഒരു 7-8 തവണ ഒക്കെ ഭക്ഷണം കഴിക്കുമല്ലേ എന്ന് ചോദിച്ചു. എന്നെ കണ്ടപാടെ ഞാൻ ചിരിച്ചു.
എന്നോട് ചോദിച്ചു നാസ്ത എപ്പോഴാണ് കഴിക്കല്? ഞാൻ പറഞ്ഞു 9-9:30 മണിയാവും. അതെന്താന്ന് ചോദിച്ചു. ഞാൻ കണ്ണൂരാന്ന് പറഞ്ഞു. അവൻ ചോദിച്ചു എന്തേ? ഞാൻ പറഞ്ഞു കത്തൽ അടക്കലാണ് അവിടെ, വയറ് കത്തണം അടക്കാൻ. എന്നോട് അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് 6 മണിക്ക് നാസ്ത കഴിക്കണം. 6 മണി ഞാൻ കൂട്ടി നോക്കുമ്പോൾ 4:45-ന് 4:50-ന് ബാങ്ക് കൊടുത്താൽ 5:15-ന് നിസ്കാരം തുടങ്ങിയാൽ 5:35-ന് നിസ്കാരം കഴിഞ്ഞാൽ ഒരു 5 പേജ് ഓതുമ്പോഴേക്ക് 6 മണിയാവും. യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ. എന്നോട് പറഞ്ഞു ഉച്ചഭക്ഷണം 1 മണിക്കപ്പുറം പോകാൻ പാടില്ല. ഞാൻ നോക്കുമ്പോൾ ളുഹർ നിസ്കരിച്ച് കഴിയുന്നതും വീട്ടിലേക്ക് എത്തുന്ന സമയവും ഉച്ചഭക്ഷണത്തിന്റെ സമയം കറക്റ്റാണ്. പിന്നെയോ അസർ നിസ്കരിച്ചാൽ ഒരു കാലിച്ചായ. പിന്നെ രാത്രി ഭക്ഷണം കഴിക്കേണ്ടത് ഇശാഇന്റെയും മഗ്രിബിന്റെയും ഇടക്ക്. അതുകൊണ്ടാണ് അതിന് അശാ എന്ന് പേര് വന്നത്. നമ്മളിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞിട്ടാ കഴിക്കാൻ പോണത്. നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ടാ കഴിക്കാൻ പോണെന്ന് പറഞ്ഞാല് കഴിക്കരുത് എന്ന നിർദ്ദേശമുള്ള സമയത്താണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നമ്മൾ മാറാൻ തയ്യാറായാലും എല്ലാ സ്ഥലത്തും മാറ്റമുണ്ടാകും. അല്ലാഹു നമ്മളെ മാറ്റിത്തരട്ടെ. മാറാനുള്ള മനസ്സല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഒരു വീടിന് മസ്കൻ എന്നല്ല ശരിക്കണ്ടേ, ഉറങ്ങുന്ന സ്ഥലം എന്നോ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമെന്നോ വിശ്രമിക്കുന്ന സ്ഥലം എന്നോ ഒക്കെ അല്ലേ പറയേണ്ടത്. എന്നാൽ വീടിന് പറഞ്ഞതെന്താ? മസ്കൻ, സുക്കൂനാകുന്ന സ്ഥലം. സുക്കൂനാകുന്ന ശാന്തമാകുന്ന സ്ഥലം. അവിടെയാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ശാന്തത ലഭിക്കേണ്ടത്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ശാന്തത ലഭിക്കേണ്ടത്. എനിക്കറിയില്ല ഈ സദസ്സിൽ ആരെങ്കിലും ലീവ് കിട്ടിയിട്ടും നാട്ടിൽ ഇപ്പോൾ പോകണ്ട, 6 മാസവും കൂടെ കഴിയട്ടെ എന്ന് തീരുമാനിച്ചവരാരെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ തീരുമാനിച്ചെങ്കിൽ സ്വയം നമ്മൾ ആലോചിക്കണം, വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതാ, വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറന്നെത്തും. വിശുദ്ധ ഖുർആൻ എന്താണ് സമാധാനത്തിന്, കുടുംബജീവിതത്തിലെ സമാധാനവും സന്തോഷവും ലഭിക്കാൻ എന്താണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്? അതിന്റെ തൊട്ടടുത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞതാണ് വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. കുടുംബജീവിതത്തിൽ ഭർത്താവിനും ഭാര്യയ്ക്കും സമാധാനം ലഭിക്കണോ, നിങ്ങൾ നിർമ്മലമായി സ്നേഹിക്കണമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അന്ത് ഭർത്താവിനോട് ഭാര്യയെ നിർമ്മലമായി സ്നേഹിക്കാൻ, ഭാര്യയോട് ഭർത്താവിനെയും. എല്ലാം ശ്രദ്ധിക്കണേ, വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും കാലഘട്ടമാണിത്. പെങ്ങളെ കേൾക്കണം, പെങ്ങളെ കേൾക്കണം. വിശുദ്ധ ഖുർആൻ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. കുടുംബജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അലിഞ്ഞു തീർന്നില്ലാതെയാവാൻ വജഅല ബൈനകും മവദ്ദ. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും നിർമ്മലമായി സ്നേഹിക്കാൻ പഠിക്കണമെന്ന്, നിർമ്മലമായി സ്നേഹിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. ആ സ്നേഹമില്ലാത്ത കുടുംബം ഏതാണോ അവിടെ പല പ്രശ്നങ്ങളും തലപൊക്കും. ഖുർആന്റെ ശൈലി അങ്ങനെ. സമാധാനം എന്ന് പറഞ്ഞ ഉടനെ ഖുർആൻ പറഞ്ഞത് മവദ്ദ, സ്നേഹം എന്നാണ്. നിർമ്മലമായ സ്നേഹം നമ്മൾ സാധാരണ പറയാറില്ലേ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നമുക്ക് അയച്ചു തന്നത് എന്തിനാ? റസൂലുള്ളാഹിനെ നമുക്ക് അല്ലാഹു അയച്ചു തന്നത് മാതൃകയാക്കാൻ. ജീവിതത്തിൽ എങ്ങനെയാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത്? സാധാരണ നമ്മൾ പറയാറുള്ളത് റസൂലുള്ളാഹി റുകൂഅ് ചെയ്തപ്പോൾ എങ്ങനെ റുകൂഅ് ചെയ്ത് അവിടെ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് നിസ്കാരം മാത്രമല്ല, നോമ്പ് മാത്രമല്ല, ഹജ്ജിന്റെ സമയത്ത് ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, ഉസ്താദേ ജംറയിൽ എറിയുമ്പോ കല്ല് എങ്ങനെയാണ് എങ്ങനെ എറിയേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അവിടെ മാത്രമല്ല, തന്റെ ഭാര്യയെ എങ്ങനെ ഭർത്താവ് സ്നേഹിക്കണമെന്ന സ്വജീവിതത്തിലൂടെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. ഭാര്യ എങ്ങനെയാണ് ഭർത്താവിനെ സ്നേഹിക്കേണ്ടത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ 11 ഭാര്യമാരുടെ ജീവിത ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ ഹബീബിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട് എന്ന പരിശുദ്ധ ഖുർആൻ. എവിടെ? കുടുംബജീവിതത്തിൽ സമാധാനം നിലനിർത്തുന്നതിൽ, ശാന്തമായ ജീവിതം കൊണ്ടുവരുന്നതിൽ. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഞാൻ ഒരാളൊരു പള്ളിയിൽ കണ്ടു. അയാൾ വീട്ടിൽ പോയിട്ടില്ല, രാവിലെ പോകുന്നതാ, തഹജ്ജുദിന്റെ സമയത്ത് പോകുന്നതാ വീട്ടിൽ നിന്ന്. ഇയാളെ തഹജ്ജുദ് നിസ്കരിച്ചു, 1 ജുസ് ഓതി. സുബഹി നിസ്കരിച്ചു, 2 ജുസ് ഓതി. എന്നിട്ടോ പിന്നെ അങ്ങാടിക്കൊന്നിറങ്ങി.
കുറച്ച് കഴിഞ്ഞൊരു 8:30 സമയം ഉസ്താദന്മാർ റൂമിലേക്ക് വന്നു. കാരണം അപ്പോൾ ഉസ്താദന്മാരുടെ നാസ്ത വരും. നാസ്തൊക്കെ ഉഷാറില്ലേ എന്ന് ചോദിച്ചിട്ടാണ് അവർ വന്നത്. പക്ഷേ നാസ്ത ഉഷാറില്ലെന്ന് അറിയാനല്ല മൂപ്പര് വന്നത്. ഉഷാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇരുന്നോളി എന്ന് പറയുമല്ലോ, ഇനി വന്നതാണ്. നാസ്ത കൂടെ കഴിച്ചു. ഉച്ചഭക്ഷണം ടൗണിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചു. വൈകുന്നേരം അയാൾ വീട്ടിൽ പോയിട്ടില്ല. മഗ്രിബ് കഴിഞ്ഞു, ഇശാഅ് കഴിഞ്ഞു, ഹദ്ദാദും കഴിഞ്ഞു, പോയിട്ടില്ല. മുക്രി ഉസ്താദ് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയി. തിരിച്ചു വന്നു. അകംപള്ളി അടച്ചപ്പോൾ മൂപ്പര് അകത്തെ പള്ളിയിൽ നിന്ന് പുറത്തെ പള്ളിക്ക് ഇറങ്ങിയിരുന്നു. പുറത്തെ പള്ളി അടക്കാനായപ്പോൾ മുക്രി ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ലേ വീട്ടിൽ? അപ്പൊ പറഞ്ഞു, കുറച്ചുകൂടെ കേട്ടെ എന്ന് കരുതിയിട്ട്, എന്നാ കുംഭസാരം കുറച്ച് കേട്ടാൽ മതിയല്ലോ. കുംഭസാരം കുറച്ച് കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വീട്ടിന്റെ അകത്തു നിന്നുള്ള സംസാരം ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ എന്നോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഉസ്താദേ ഹജ്ജിന് സീറ്റ് ഉണ്ടെങ്കിൽ എടുത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, പിന്നെ ഞാൻ ചോദിച്ചു ആരാ? എന്നോട് പറഞ്ഞു എന്റെ ഭാര്യയെ പറഞ്ഞേക്കാനാണ്. ഞാൻ ചോദിച്ചു നിങ്ങളോ? എന്നോട് പറഞ്ഞു ഞാൻ അടുത്ത കൊല്ലം ഹജ്ജ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഭർത്താവ് ഹജ്ജിന് പോകുമ്പോൾ ഭാര്യയെ കൂട്ടൽ സുന്നത്ത്, ഞങ്ങൾ രണ്ടാളോട് ഒരുമിച്ച് പോയിക്കൂലേ അടുത്ത കൊല്ലോ അല്ലെങ്കിൽ ഇക്കൊല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഓളോട് ഒരുമിച്ച് ഹജ്ജ് ചെയ്താൽ ശരിയാവില്ല. എന്റെ ജീവിതത്തിൽ അനുഭവം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ ഒരുമിച്ച് ചെയ്ത പ്രശ്നം? എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഇക്കൊല്ലം പോയാൽ പിന്നെ എനിക്കൊരു സ്വൈര്യം ഉണ്ടാവില്ല അടുത്ത കൊല്ലം വരെ. ഇനി ഞാൻ ഓളോടി ഒപ്പം പോയാലോ എന്റെ ഹജ്ജത്ത് ശരിയാവില്ല. എന്താന്ന് ചോദിച്ചു. എപ്പോഴും പിരിവിരിയാ. മക്കത്ത് പോയിട്ടും പിന്നെ പിരിവിരിക്കും കണ്ടല്ലോ എന്ന് പറഞ്ഞു. വളരെ ഗൗരവത്തോടെ നമ്മൾ ചെയ്യേണ്ട ഒരു പദാണിത്. നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കാൻ. അതിന് പറഞ്ഞെന്താ? നിർമ്മലമായി സ്നേഹിക്കണം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലൊക്കെ പ്രായമൊക്കെ ആയ ആളുകളൊക്കെ ഉണ്ട്. 10-60 വയസ്സിന്റെ മേലുള്ളവരുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് 60 വയസ്സ് കഴിഞ്ഞിട്ടും പ്രവാസ ജീവിതം എന്നത് ജീവിതത്തിന്റെ ഭാരങ്ങൾ ഒരിക്കലും തീർന്നില്ല എന്നതിന്റെ അടയാളമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊക്കെ വിചാരിക്കും ഇനി ഞങ്ങൾക്ക് എന്ത് സ്നേഹമാണ്. പഠിക്കാനുണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിർമ്മലമായി സ്നേഹിക്കണം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സഹാബി കയറി വന്നു. റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ ഞാൻ വിവാഹം കഴിക്കാൻ പോവാൻ, ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നബിയേ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, നീ നിന്റെ ഭാര്യയെ സംശയമില്ലാത്ത രീതിയിൽ സമീപിക്കണം. മനസ്സിലാക്കുന്നത് ഇന്നത്തെ ചെറുപ്പക്കാർക്കുള്ള ഏറ്റവും വലിയ ഉപദേശമാണത്. നീ നിന്റെ ഭാര്യയെ ആദ്യമായി സമീപിക്കുമ്പോൾ സംശയമില്ലാത്ത രീതിയിലാകണം നീ സമീപിക്കേണ്ടത്. വാട്സപ്പിന്റെ കാലല്ലേ? കയറി ചെന്ന അന്ന് രാത്രി എന്നെ ചോദിക്കാം, അങ്ക് വാട്സപ്പ് ഉണ്ടോ, അങ്ക് ഫേസ്ബുക്ക് ഉണ്ടോ, നിന്റെ മൊബൈലിലേക്ക് ആരൊക്കെയാണ് വിളിക്കല് എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ കല്ലുകടിയാണത്. നിനക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടൂല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ജീവിതത്തിലേക്ക് നീ കടക്കുമ്പോ സംശയിച്ചുകൊണ്ട് നീ കടക്കരുത്. നിന്റെ സഹധർമ്മിണിയെ കുറിച്ച് നിനക്ക് സംശയം ഉണ്ടാവരുത് എന്നീ ചെറുപ്പക്കാരനോട് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിർമ്മല മനസ്സോടുകൂടെയാവണം നീ ജീവിതത്തിലേക്ക് കടക്കേണ്ടത്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മഹല്ലിലാണ് ജോലി എന്നതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും പള്ളിക്കാണല്ലോ വാങ്ങി വരിക. പള്ളിയിലേക്ക് ചില ഘട്ടത്തിലൊക്കെ ഞാൻ കുടുങ്ങാറുണ്ട്. ഞാൻ ആ സമയത്ത് പറയും, പടച്ച റബ്ബേ എന്നെ നീ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ റബ്ബേ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. ഒരു കോടി വന്നത് കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് വന്നിട്ട് പറയാം, ഉസ്താദേ ഓല് തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞിട്ട് ഒരു രാത്രി ആയിട്ടുള്ളൂ, പിന്നെ അത് ഭയങ്കര പ്രശ്നം? എന്താ ഭയങ്കര പ്രശ്നം? അപ്പൊ പറഞ്ഞ ഓല് ഇവിടെ വന്നപ്പോ അവിടെ ഇയാളെ വാപ്പാനോട് ഇരിക്കാൻ പറഞ്ഞില്ല, മറ്റോ എന്റെ അമ്മാവനോട് ഇരിക്കാൻ പറഞ്ഞില്ല, നിൽക്കാൻ പറഞ്ഞില്ല, വെള്ളം കൊടുത്തില്ല എന്നൊക്കെ പ്രശ്നം. ഇത്ര പറഞ്ഞിട്ടും പ്രശ്നം തീരുന്നില്ല. ഞാൻ എന്ത് ചോദിച്ചിട്ട് ഇതിലൊക്കെ പ്രശ്നം? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ ഭാര്യയും ഭർത്താവിനോടൊന്ന് സംസാരിക്കാനോ വിളിക്കുമോ? ഞാൻ അവനെ രഹസ്യമായി വിളിച്ചിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോ അവൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ആദ്യ രാത്രി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അവൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? അപ്പൊ ഇപ്പം പറഞ്ഞു, ഞാൻ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡിഗ്രിയിൽ നിങ്ങളെ ക്ലാസ്സിൽ പെൺകുട്ടികളൊക്കെ ഉണ്ടാവൂലേ? അവളെ ചോദ്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വല്ല ലൈനും ഉണ്ടായിരുന്നു? ആദ്യത്തെ രാത്രി ഇവളുടെ ചോദ്യം. ഞാൻ എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മുടെ നാട്ടിലെ മക്കൾക്ക് ഈ വിഷയത്തിലേക്കുള്ള വിജ്ഞാനം വളരെ വിരളമാണ്. ഇവള് ചോദിച്ചു, നിങ്ങൾക്ക് ലൈൻ ഉണ്ടായിരുന്നോന്ന് ചോദിച്ചു.
അപ്പൊ ഇവൻ പറയാണ്, ഞാൻ ഓളോട് ചോദിച്ചു നീ എത്ര വരെ പഠിച്ചു? അപ്പോൾ ഓള് പറഞ്ഞു +2 വരെ. ഞാൻ ഓളോട് ചോദിച്ചു അങ്ക് ലൈൻ ഉണ്ടായിരുന്നോ? അപ്പോൾ ഓള് പറഞ്ഞു ഞാൻ സത്യം പറയാ എനിക്ക് ലൈൻ ഉണ്ടായിരുന്നു. അപ്പൊ ഓനും പറഞ്ഞു, അപ്പൊ ഓൻ പറയാണ് എന്നോട്, അവൾ എന്നോടത് പറഞ്ഞപ്പോ ഞാൻ ആദ്യം വളരെ താല്പര്യത്തിലാണ് അവളുമായി സംസാരം തുടങ്ങിയത്. അതവൾ പറഞ്ഞപ്പോ പിന്നെ എന്റെ മനസ്സിന് വസ്വാസായിട്ട് എന്നിട്ട് ഓൾ എന്നോട് പറഞ്ഞു, ഞാൻ അതൊക്കെ ഇന്നലത്തോടുകൂടെ ബന്ധം മുഴുവൻ വിച്ഛേദിച്ചു. ഓനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിന്നെ വിളിക്കാൻ പാടില്ല, ഞാൻ നാളെ കുടുംബജീവിതത്തിലേക്ക് കിടക്കാൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊള്ളി മുറിച്ചിട്ടുണ്ട്. ഇവൻ പറയാണ് അതൊക്കെ പറഞ്ഞെങ്കിലും എന്റെ മനസ്സിന്ന് പോയില്ല. എന്താ ഉറപ്പോള് കൊള്ളി മുറിച്ചിട്ടാണ്? അവൻ എന്നോട് ചോദിക്കാം. അപ്പൊ അവൻ പറഞ്ഞു എന്നോട്, ഞാൻ പിന്നെ പടിഞ്ഞാറ്റ് തിരിഞ്ഞു കിടന്നു, അവൾ കിഴക്കോട്ടും തിരിഞ്ഞു കിടന്നു. അവിടെ നിന്ന് തുടങ്ങിയ പ്രശ്നം. വജാൽ പുണ്യനബിയുടെ ഉപദേശം എത്ര ശക്തമാണ്. നീ നിന്റെ ഭാര്യയെ സമീപിക്കേണ്ടത് സംശയമില്ലാത്ത രീതിയിലാവണം. സംശയത്തോടെ സമീപിച്ചാൽ അവിടെ ഒരിക്കലും നിർമ്മലമായ സ്നേഹം കടന്നു വരില്ല. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്ന ചെറുപ്പക്കാരനോട് പുണ്യനബിയുടെ ഉപദേശത ഞാൻ ചോദിക്കട്ടെ, വിവാഹം കഴിഞ്ഞ പിറ്റേ ദിവസം ഭാര്യ കാണാതെ ഭാര്യയുടെ മൊബൈൽ ഫോൺ എടുത്ത് അതിലേക്ക് വന്ന മിസ് കോളുകൾ ഏതെല്ലാമെന്ന് പരിശോധിക്കുന്ന ചെറുപ്പക്കാരന് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ലഭിക്കില്ല, സമാധാനമുണ്ടാവില്ല. കല്യാണം കഴിഞ്ഞതിന്റെ 2 ദിവസം കഴിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഫോണിലേക്ക് വരുന്ന മിസ് കോളുകൾ പരിശോധിക്കുന്ന പെണ്ണ്, നിനക്കും നിന്റെ കുടുംബജീവിതത്തിൽ സമാധാനം ലഭിക്കില്ല. നിർമ്മലമായി സ്നേഹിക്കാനും കഴിയണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അതിബൃഹത്തായ കുടുംബജീവിതത്തിന്റെ അടിത്തറയായ പദമാണ് മവദ്ദ എന്ന് പറയുന്ന പദം. അവിടെ നിന്ന് തുടങ്ങുന്നു. പിന്നെ മക്കൾ, മാതാപിതാക്കൾ, അതിലേക്കൊക്കെ അത് വ്യാപിച്ചു പോവുകയാണ്. ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കൊടുത്ത പദത്തിന്റെ ഈ തലക്കെട്ട് തന്നെ എത്ര അർത്ഥവത്താണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നതല്ലേ നിർമ്മലമായ സ്നേഹം. ആരോട്? തന്റെ സഹധർമ്മിണിയോട്. ആ സ്നേഹത്തിന് അതിരില്ല. ആ സ്നേഹത്തിന് വല്ല അതിരുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ അങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ ഈ രീതിയിൽ നിർമ്മലമായി സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാ പ്രശ്നവും അവിടെ അലിഞ്ഞു തീർന്നില്ലാതെയാവും. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയാം, നിങ്ങൾ ഫോൺ ചെയ്യുമ്പോ ഹലോ എത്താങ്ക് പണി എന്നല്ല ആദ്യം ചോദിക്കുക. എത്താങ്ക് പണി, ഹലോ എത്താങ്ക് പണി. മലപ്പുറക്കാരാണെങ്കിൽ അങ്ങനെ ചോദിക്കാം. കണ്ണൂർക്കാർ ചിരിക്കുണ്ടാവും. പാലേരി ഇവിടെയുണ്ട്, മനസ്സിലായില്ലേ? ഒരു ചിലപ്പോൾ കുറച്ചുകൂടി സാഹിത്യം കൂട്ടിയിട്ട് പറയുമായിരിക്കും, കാരണം ചോറ് അവിടെയാണല്ലോ. കുറച്ചുകൂടി സാഹിത്യമൊക്കെ കൂട്ടി പറയുമായിരിക്കും എന്ന് പറഞ്ഞാലും ഞാൻ ചോദിക്കട്ടെ, ഫോൺ എടുത്ത പാടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്റെ പൊന്നു കരളെ എന്ന് നിങ്ങൾ നാളെ ഒന്ന് വിളിച്ചു നോക്കിയാണ്. ഏതായാലും ഇന്ന് രാത്രിയോ നാളെ വിളിക്കുമല്ലോ. ഞാൻ വെറുതെ അല്ല, നമ്മുടെ പെരുമാറ്റവും സംസാരവും നമ്മുടെ ഇടപഴകലും നന്നായാൽ സ്നേഹം അസർണമാണ് എന്റെ പിതാവെന്ന് ഒരു പെണ്ണിന് തോന്നിയാൽ ആ പെണ്ണ് നിങ്ങൾക്ക് വേണ്ടി എത്ര കാലവും കാത്തിരിക്കാൻ തയ്യാറാവും. എന്റെ വീടുണ്ടാക്കാൻ പണം അയച്ചു കൊടുത്തു, വീടൊക്കെ ഉണ്ടായി, വീട്ടിൽ കുടിയിരിക്കാൻ ഡേറ്റും ഉസ്താദിനോട് ചോദിച്ച് നിശ്ചയിച്ച് അതൊക്കെ ഭാര്യനോട് വിളിച്ചു പറഞ്ഞതാ. ഇയാൾ 16-ാം തീയതി കയറുന്നുണ്ട് എന്നറിഞ്ഞപ്പോ 15-ാം തീയതി രാത്രി 4 മക്കളെയും തനിച്ചാക്കിയിട്ടൊരു തമിഴന്റെ കൂടെ ഒരു പെണ്ണ് ഒളിച്ചോടിപ്പോയെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ഭർത്താവാണ്. ഇത് ഞാൻ അങ്ങനെ ഒളിച്ചോടാനുള്ള പ്രേരണക്ക് പറയുകയല്ല. നിർമ്മലമായി നീ സ്നേഹമാണെന്ന്, നമ്മൾ സ്നേഹമാണെന്ന് അവൾക്ക് തോന്നിയാൽ ഒരിക്കലും ഒരു ഭർത്താവ് മറ്റൊരു ഭാഗത്തേക്ക് ചിന്തിക്കില്ല, ഭാര്യ വേറൊരു ഭാഗത്തേക്ക് ചിന്തിക്കില്ല. എത്രയെത്ര ചരിത്ര സംഭവങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ലല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പോലുമുള്ള എത്ര സംഭവങ്ങൾ, ചരിത്രങ്ങളും അനുഭവങ്ങളും നമുക്ക് പറയാറുണ്ട്. ഈ നിർമ്മലമായ സ്നേഹം അതെവിടെ? ചില ആൾക്കാർ പറയല് എനിക്ക് വല്ലാത്ത സ്നേഹം എന്റെ ഓളോട്. ഓളോടൊന്ന് പോയി ചോദിച്ചു നോക്കിയാൽ പറയും ആ കൊരങ്ങം കെട്ട് വരാതെന്നാ മതി. എന്താ ഓളെ മുമ്പിൽ എപ്പോഴും ഇയാൾ വലിയൊരു, ചില ആൾക്കാർ പറയല അങ്ങനെ, ആരോ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, എന്തേ ഓളെ മുമ്പിൽ 18 അടവും വെളിച്ചത്താക്കരുത്. ഓളെ മുമ്പിൽ ഇനി എന്ത് വെളിച്ചത്താവാനാ? 18 അടവും ഓളെ മുമ്പിൽ കാണിച്ചു കൊടുക്കരുത്. ഒരടവട ബാക്കി വെക്കണം. അതേതടവാ എനിക്ക് തിരിഞ്ഞിട്ടില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പഠിപ്പിച്ചത് നിർമ്മലമായി തന്റെ ഭാര്യയെ വാക്കിലൂടെ, പെരുമാറ്റത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ തന്റെ ഭാര്യയെ നിർമ്മലമായി ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം എന്നാണ്. ബോധ്യപ്പെടുത്തണം, ഭാര്യ ഭർത്താവിനെ ബോധ്യപ്പെടുത്തണം. ഉണ്ടായ പോലെ എനിക്കെന്റെ ഓനോട് വല്ലാത്ത ഇഷ്ടം. ഈ ഇഷ്ടമുള്ള നീ എങ്ങനെയാണ് വേറൊരാളുമായി വാട്സപ്പിലൂടെ ചാറ്റിംഗ് നടത്തുന്നത്? നിർമ്മലമാണ് നിന്റെ സ്നേഹമെങ്കിൽ നീ ചാറ്റിംഗിന്റെ കവാടമേ തുറക്കില്ല. ചാറ്റിംഗിന്റെ കവാടം തുറക്കൂല. നിർമ്മലമായി സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നിന്റെ ഭർത്താവിലെ സമാധാനം നിനക്ക് വേറൊരു പുരുഷനും ലഭിക്കില്ല. ആരാ പഠിപ്പിച്ചത്? നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലേക്കൊന്ന് കടന്നു നോക്കൂ നിങ്ങൾ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് ആദ്യത്തെ ഭാര്യ ആരാ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ഖദീജ ബിവിയുടെ പ്രായത്രേ. നമ്മളൊക്കെ കല്യാണത്തിൽ പ്രായത്തിൽ മാനദണ്ഡം കാണുന്നവരാണ്. നിങ്ങൾ ചിന്തിച്ചോക്കല്ലേ, പ്രായത്തിൽ മാനദണ്ഡം കാണുന്നവരാ. ഞാനൊരു ത്വലാഖിന്റെ സദസ്സിന് സാക്ഷിയായില്ല. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് കാട്ടിയാലും വേണ്ടില്ല, നിങ്ങൾ എന്ത് കാട്ടിയാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് എഴുന്നേറ്റ് പോകേണ്ടി വന്നു. എഴുന്നേറ്റ് പോയി പിന്നെ ഒരു വന്നിട്ട് ഒരു കത്ത് കൊടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്. എന്താ പ്രശ്നം? നിങ്ങള് കല്യാണം കഴിഞ്ഞു, പെണ്ണ് പറയാൻ ഓനെ എനിക്ക് വേണ്ട, പെണ്ണ് പറയാൻ ഓനെ എനിക്ക് വേണ്ട. എന്താ കാരണം? ഓന് 30 വയസ്സായിട്ടുണ്ട്, എനിക്ക് 18 വയസ്സായിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ 12 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അങ്ങനത്തെ ഭർത്താവിന് എനിക്ക് പറ്റില്ല. വയസ്സിലൊന്നുമില്ല. കുടുംബജീവിതത്തിൽ പ്രായമല്ല പ്രശ്നം. നിങ്ങൾ നോക്ക്, ആദ്യത്തെ ജീവിതേത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. വയസ്സെത്രേ? 40. പുണ്യനബിയുടെ വയസ്സെത്രേ? 25. 15 വയസ്സിന്റെ ഡിഫറൻസ്. ആദ്യത്തെ വിവാഹം പുണ്യനബിയുടെ. ഖദീജ ബീവി മക്കളുള്ള പെണ്ണാണ്. എന്താ അവിടെ തിരുത്തുന്നത്? പ്രായമല്ല, പിന്നെ ഖൽബിന്റെ ബന്ധമാണ് കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ലെന്ന് പഠിപ്പിക്കുകയാണ്. എന്തൊരു സ്നേഹം, വല്ലാത്ത സ്നേഹം. ആ സ്നേഹത്തിന് അതിരുകൾ പറയാൻ കഴിയില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റസൂലുള്ളാഹിക്ക് ഖദീജ ബീവിയോടും. നോക്കൂ നിങ്ങൾ, വിവാഹം കഴിഞ്ഞ പാടെ. അതെപ്പോ? റസൂലുള്ളാഹിയായത് മുതലല്ല, അതിനു മുമ്പ് തന്നെ. കേവലം ഭാര്യ ഭർത്താക്കന്മാരായിരുന്ന ആ കാലഘട്ടത്തിൽ പോലും അങ്ങനെയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിനെ കല്യാണം ചെയ്ത ഉടനെയാണ് മക്കക്കാരൊക്കെ പറഞ്ഞു, അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഒക്കെ പറഞ്ഞു, ആമീനാക്ക്, ഖദീജക്ക് ദരിദ്രനായ മുഹമ്മദിനെയാണോ ഭർത്താവായി കിട്ടിയത്? വേറെ എത്ര ആളുകൾ അവിടെയുണ്ട്? അവർ കളിയാക്കി പരിഹസിച്ചു. ഈ വിവരം ഖദീജ ബീവി അറിഞ്ഞു. ഖദീജ ബീവി അറിഞ്ഞപ്പോ എന്താ ചെയ്ത്? ഇന്ന് പലപ്പോഴും അങ്ങനല്ലേ, പെണ്ണ് കാണാൻ പോകുമ്പോ ചങ്ങായിമാരെ കൊണ്ടുപോകും. എന്തേ? എന്നിട്ട് മറ്റവനോട് ചോദിക്കാം, എന്താടോ അഭിപ്രായം? കിട്ടണോ മറ്റവനോട് ചോദിച്ചിട്ടാ സർട്ടിഫൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞു അങ്ങനെ. അപ്പാടെ ബന്ധം വിലക്ക് ചേർക്കപ്പെട്ട ബന്ധം അറ്റുപോയി. ചിന്തിക്കണെവിടെ? നാട്ടുകാർ മുഴുവൻ അധിക്ഷേപിച്ചു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്ക് തന്റെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത് ഇഷ്ടമായില്ല. എല്ലാവരെയും ഒരു സദ്യക്ക് വിളിച്ചു തന്റെ വീട്ടിലേക്ക്. മുഴുവൻ ആളുകളെയും ഒരു സദ്യക്ക് വിളിച്ചിട്ട് സദ്യ കൊടുത്തു. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രവാചകനായിട്ടില്ല, മുഹമ്മദ തന്റെ ഭർത്താവായ മുഹമ്മദിന്റെ കൈപിടിച്ച സദസ്സിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇറങ്ങിച്ചെന്നിട്ട് അവരോട് ചോദിച്ചു, അബൂജഹലെ, ഉത്ബത്തെ, ശൈബത്തെ, വലീദേ, ഇതാരാങ്ങൾക്ക് അറിയോന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അറിയാം, നിന്റെ ഭർത്താവ് മുഹമ്മദ് ആണോ? അതെ. നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, നിന്റെ ഭർത്താവ് മുഹമ്മദ് തന്നെയാണ്. അപ്പൊ പറഞ്ഞു, നിങ്ങളല്ലേ ഇവനെ കുറിച്ച് പറഞ്ഞത് ഇവൻ ദരിദ്രനാണ് എന്ന്? ഖദീജാന്റെ ഭർത്താവ് ദരിദ്രനാണ് എന്ന് നിങ്ങൾ ആക്ഷേപിച്ചില്ലേ? ഞാൻ നിങ്ങളെ എന്തിനു വിളിച്ചതാണെന്നറിയോ? ഞാൻ നിങ്ങളെ വിളിച്ചത് നിങ്ങളെല്ലാം ഒരു കാര്യത്തിന് സാക്ഷിയാവണം. ഖദീജ ധനാഢ്യയും മുഹമ്മദ് ഫഖീറുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ പറയണം, ഖദീജയുടെ സ്വത്ത് മുഴുവൻ മുഹമ്മദിന് ദാനമായി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി പറയേണ്ടത് ഖദീജ ഫഖീറത്തും മുഹമ്മദ് ധനികനുമാണ് എന്ന് പറയണം. അത് കേൾക്കാനാ ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ എന്റെ ഭർത്താവിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറുതു പറയുന്നത് പോലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്ക് ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ഉള്ളൊരവസ്ഥയിലേക്ക് വരുന്നത് എപ്പോഴാണ്? നിർമ്മലമായി സ്നേഹിക്കുമ്പോ, നിർമ്മലമായി സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ്.
ആര് തന്റെ ഭർത്താവിനെ കുറിച്ചൊരു മോശം പറയുന്നതും കേട്ടു നിൽക്കാൻ ഭാര്യയ്ക്ക് കഴിയില്ല. നിങ്ങൾ നോക്കൂ, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ നല്ലപോലെ സ്വലാത്ത് ചൊല്ലു. ദീർഘമായി ഒന്നും സംസാരിക്കൂല. 11:30 വരെ 11:40 വരെയുള്ള ഇതിന് പെർമിഷൻ ഉള്ളൂ, അതുവരെ സംസാരിക്കുള്ളൂ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു കൊടുത്ത സ്നേഹം, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സ്നേഹം. മക്കയിലുണ്ടല്ലോ ഒരു താഴ്വര, ഷേബ് അബി ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവില്ലേ താഴ്വര. കഴിഞ്ഞയാഴ്ച കൂടെയുള്ള ആളുകളുമായി മക്കയിലൂടെ നടന്നുള്ള സിയാറത്തിൽ ആ താഴ്വരയിലെത്തി. ഷേബ് അബി ത്വാലിബ് എന്ന താഴ്വരയിലെത്തിയപ്പോഴാണ് ആ ചരിത്രം ഒരിക്കൽ കൂടെ ആവർത്തിക്കേണ്ടി വന്നത്. ഞാൻ പറയുകയാണ് എന്റെ സഹോദരങ്ങളോട്, ഷേബ് അബി ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവ് വേദനയുടെ കഥ പറയുന്ന മലഞ്ചെരുവ. 3 കൊല്ലം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബികളെയും ശത്രുക്കൾ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല. മക്കയിൽ നിന്ന് മുഅ്മിനിന് കരയാതെ തിരിച്ചു പോകാൻ കഴിയില്ല. ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല. ശത്രുക്കളുടെ ലക്ഷ്യം എന്തായിരുന്നു? പട്ടിണിക്കിട്ട് ഇഞ്ചിഞ്ചായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നുകളയണം. അതിനവർ ചുറ്റുഭാഗത്തും ആളുകളെ ഏൽപ്പിച്ചു. മുഹമ്മദ് മക്കയിലേക്ക് കടക്കുന്നുണ്ടോ, മുഹമ്മദിന് ആരെങ്കിലും ഭക്ഷണം വെളിയിൽ നിന്ന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടോ എന്നറിയാനായി അങ്ങനെ ഉപരോധം ആരംഭിക്കുകയാണ്. 3 കൊല്ലമാണ് ആ താഴ്വരയിൽ നിന്നത്. ആ താഴ്വരയിൽ നിന്ന് അനുഭവിച്ച പീഡനത്തിന്റെ, പ്രയാസത്തിന്റെ, വേദനയുടെയും വിശപ്പിന്റെയും കാഠിന്യത്തെ ഒരു സ്വഹാബി വിവരിക്കുന്നുണ്ട്. സ്വഹാബി പറയാണ്, ഒരു ദിവസം എനിക്ക് വല്ലാത്ത വിശപ്പ്, അതിശക്തമായ വിശപ്പ്, തിന്നാനൊന്നും കിട്ടിയിട്ടില്ല. അയാൾ പറയാണ്, ഞാൻ എഴുന്നേറ്റ. സ്വഹാബി പറയാൻ, ഞാൻ എഴുന്നേറ്റു അർദ്ധരാത്രി. ആ മലഞ്ചെരുവിലൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. വല്ലതും കിട്ടുമോ എന്റെ വിശപ്പം നടക്കാൻ. ആ സമയത്ത് കൂരിട്ടുള്ള രാത്രിയിൽ എന്റെ കാലിലെന്തോ പശിമയുള്ള ഒന്ന് തടഞ്ഞു. ഞാൻ അതെടുത്തു ഭക്ഷിച്ചു. ഇന്ന് വരെ എനിക്കറിയില്ല ഞാൻ എന്താണ് കഴിച്ചതെന്ന്. അത്ര വലിയ ത്യാഗത്തിന്റെ താഴ്വരയിൽ ഉപരോധം ആരംഭിച്ചിരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മക്കളെയും കൂട്ടിയിട്ട് വന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളപ്പ ഖദീജ ബീവിയോട് പറഞ്ഞു, ഖദീജ നിങ്ങൾ ഇവിടെ നിൽക്കരുത്. ഖദീജ, ഇവിടെ വെള്ളം കിട്ടൂല, ശത്രുക്കൾ എന്നെ തടഞ്ഞു വെച്ചതാണ്, വെള്ളമില്ല, ഭക്ഷണം ഉണ്ടാവില്ല ഇവിടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജ അങ്ങ് ഖദീജ ബീവിയോട് പറഞ്ഞു, നിങ്ങൾ ഖുവൈലിദിന്റെ മകളായി ജനിച്ചുകൊള്ളാം, പട്ടിണി കിടന്ന് പരിചയം ഉണ്ടാവൂല, അങ്ങേക്ക് വെള്ളം കുടിക്കാതെ ശീലം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ പൊന്നുമക്കളെയും കൂട്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ, ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാണെങ്കിൽ എന്താ പറയാ, ഞാൻ കഷ്ടപ്പെടുമ്പോഴും കഷ്ടപ്പെടണ്ടേ, അങ്ങനെ എവിടെ വേണക്കൂട്ട, എന്താ ഞാൻ സഹിക്കുമ്പോഴും സഹിക്കണ്ടേ. അത് നമ്മൾ പറഞ്ഞു സഹിപ്പിക്കലല്ല, ഭർത്താവ് പറഞ്ഞല്ല ഭാര്യയോട് സഹിപ്പിക്കേണ്ടത്. ഭാര്യയുടെ മനസ്സിൽ നിന്ന് തന്റെ പൊന്നു ഭർത്താവിനോടൊപ്പം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിൽക്കണം എന്ന ഒരു തോന്നൽ, അങ്ങനെയുള്ളൊരു വികാരം നമ്മുടെ പെരുമാറ്റത്തിലൂടെയും സ്വഭാവത്തിലൂടെയും ഉണ്ടാക്കിയെടുക്കണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞപ്പോ ഖദീജ ബീവി കരഞ്ഞു. കേൾക്കണം, ഞാൻ ഈയിടെ ഒരു 5-8 മാസം മുമ്പ് ഒരു സംഭവം കേട്ടത്. നിക്കാഹ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ചെരുപ്പിടാതെ ഓടി വരുന്നു. ചെരുപ്പിടാതെ ഓടി വന്നിട്ട് പറഞ്ഞു, സാർ ഒന്ന് നിക്കി, നിങ്ങൾ ഇടക്കിടക്ക് മക്കത്ത് പോകുന്നതല്ലേ, ആളുകളുടെ കൂട്ടത്തിൽ വെച്ച് ദുആ ചെയ്യാൻ അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ ചോദിച്ചു എന്താ? എന്നോട് പറഞ്ഞു, എന്റെ ഇക്ക നട്ടെല്ലിന് ക്യാൻസറാണ്, അല്ലാഹു ആ സഹോദരന്റെ അസുഖം സുഖപ്പെടുത്തി കൊടുക്കട്ടെ. നട്ടെല്ലിന് ക്യാൻസറായിട്ട് 2 കൊല്ലമായി. 18 കൊല്ലം ദുബായിൽ ബിസിനസ് നടത്തി കുടുംബസമേതം ദുബായിൽ താമസിച്ച ആളാ. 4 മക്കളുടെ പിതാവാണ് ഇയാൾ. ഈ അനുജനായ ചെറുപ്പക്കാരനോട് പറയാൻ, കഴിഞ്ഞയാഴ്ച ഞങ്ങളുടെ വീട്ടിലൊരു അനുഭവം ഉണ്ടായി. ഭാര്യ 3 മക്കളെയും കൂട്ടിയിട്ട് കാക്കായുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ നിന്നിട്ട് ഒരു കാര്യമില്ല, എന്റെ ജീവിതം ഞാൻ നശിപ്പിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ എന്റെ മക്കളെ കൂട്ടിയിട്ട് പോകുന്നു. മൂത്ത മോള് പോകാൻ കൂട്ടാക്കിയില്ല. 14 വയസ്സുള്ള മൂത്ത മോള് ഉമ്മയോട് പറഞ്ഞത്ര, ഉമ്മ ചെയ്യരുത്, 18 കൊല്ലം നമ്മ ഉപ്പ എങ്ങനെയാണ് വളർത്തിയത് എന്ന് നിങ്ങൾക്കറിയില്ല അമ്മ. 18 കൊല്ലം ദുബായിൽ നമ്മളെ പോറ്റി വളർത്തിയ ഉപ്പയെ വിട്ടു പോകരുത്, ഉമ്മ പോയാലും ഞാനില്ല എന്ന് പൊന്നുമോൾ പറഞ്ഞു. ഞാൻ പറയാണ്, ഈ അനുജനായ സഹോദരൻ പറയാം, പക്ഷേ ഇന്നലെ ഈ സഹോദരി വന്നിട്ട് എന്നോട് പറഞ്ഞ അന്ന് പറയാൻ, ഇന്നലെ ഈ സഹോദരി വന്നിട്ട് മൂത്ത മോളെ ഭീഷണിപ്പെടുത്തി മൂത്ത മോളെയും കൊണ്ടുപോയി.
ഇപ്പോ ഇക്കാക്ക ഉണ്ടാക്കിയ വീട്ടിൽ ഇക്ക ഒറ്റക്കായി, ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, 10-20 കൊല്ലം കുടുംബമായി ജീവിച്ചിട്ട് തന്റെ ഭർത്താവിന് പ്രതിസന്ധി വന്നപ്പോ എന്റെ ഭാര്യയ്ക്ക് കൂടെ നിൽക്കാൻ കഴിയാതെ വന്നത് ആ സ്നേഹം അഡ്ജസ്റ്റ്മെന്റിന്റെ സ്നേഹം, ആ സ്നേഹം അഡ്ജസ്റ്റ്മെന്റിന്റെ സ്നേഹമായി പോയി. എന്നാ നോക്കൂ നിങ്ങൾ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. പുണ്യ നബി പറഞ്ഞു, ഖദീജ അങ്ങ് ഇവിടെ നിൽക്കരുത്, അങ്ങ് വീട്ടിലേക്ക് പോകണം. ഇവിടെ വെള്ളം കിട്ടില്ല, ഭക്ഷണം കിട്ടില്ല. എനിക്ക് ചെറുപ്പത്തിലെ പട്ടിണി കിടന്ന് പരിചയമുണ്ട്. എന്റെ പിതാവ് നേരത്തെ ജന്മത്തിന് മുമ്പേ മരിച്ചുപോയതാണ്. എന്റെ പിതൃവനായ കട്ടപ്പാടുകളുടെ കടയിൽ എന്റെ പിതൃവനായ അബൂ താലിബിന്റെ വീട്ടിലാണ് ഞാൻ വളർന്നത്. എനിക്ക് പ്രയാസം സഹിച്ചു പരിചയമുണ്ട്. ഖദീജ നിങ്ങൾക്കത് പരിചയമില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സ്വീകരിച്ച നിലപാട് എന്താ ശ്രദ്ധിക്കണേ. ഖദീജ ബീവി കരഞ്ഞു. 2 കണ്ണിലൂടെയും കണ്ണുനീര് ധാരധാരയായി ഒഴുകി. കവളത്തുകൂടെ കണ്ണുനീരൊഴുകുന്നത് പുണ്യനബി കാണാ. റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഹബീബായ നബിയെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങത് പറയരുത് എന്നോട്. യാ റസൂലല്ലാഹ്, അങ്ങ് ഭക്ഷണം കഴിക്കാതെ ശൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ പട്ടിണി കിടക്കുമ്പോ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഖദീജ വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുകയോ നബിയെ? അങ്ങൊരു തുള്ളി വെള്ളം പോലും തൊണ്ട നനക്കാൻ ലഭിക്കാതെ പ്രയാസപ്പെടുമ്പോ ഖദീജ യാ റസൂലല്ലാഹ്, ഖദീജ തന്റെ വീട്ടിൽ വയറ് നിറച്ചു വെള്ളം കുടിക്കുകയോ നബിയെ? ഹബീബായ നബിയേ, അങ്ങേക്ക് വെള്ളമില്ലേ? ഖദീജാക്ക് വെള്ളം വേണ്ട. അങ്ങേക്ക് ഭക്ഷണമില്ലേ? ഖദീജാക്ക് ഭക്ഷണം വേണ്ട. യാ റസൂലല്ലാഹ്, ശൈബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ അങ്ങ് വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ പെടഞ്ഞു മരിക്കുകയാണോ നബിയേ? ഖദീജയും അങ്ങയുടെ കൂടെ പെടഞ്ഞു മരിക്കാൻ ഉദ്ദേശിക്കുന്നു യാ റസൂലല്ലാഹ്. അതുകൊണ്ട് ഹബീബേ, ഖദീജയുടെ വീട്ടിലേക്ക് തിരിച്ചയക്കരുത് യാ റസൂലല്ലാഹ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അല്ലാഹു മവദ്ദ, നിർമ്മലമായ സ്നേഹം. ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരങ്ങളോട്, അങ്ങനെ ഒരു സ്നേഹം ഭാര്യയോട് തോന്നിയിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഞാൻ ചോദിക്കാൻ, ഒരുപാട് സഹോദരങ്ങളുടെ ഭാര്യമാർ ഇവിടെ ഇല്ല. ഞാൻ ഈ പറയുന്നൊരു വാക്കെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ എടുത്ത് വിട്ടുകൊടുത്താലും കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങളുടെ ഭർത്താവിനോട് അങ്ങനെ ഒരു സ്നേഹം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അതിന് തെളിവാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്തു കാണിച്ച് എങ്ങനെയാണ് ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടത് എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് ആ ജീവിതത്തിൽ നിന്ന് പ്രധാനമായി നമ്മൾ ദർശിക്കുന്നത്? ഇതന്നെ സ്നേഹം. നോക്കൂ, നിങ്ങൾ മരിക്കാൻ കിടക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി വഫാത്താവാൻ കിടക്കുന്ന രോഗത്തിലാണ്. അള്ളാഹുവിന്റെ ഹബീബ് തലയുടെ ഭാഗത്ത് പോയിരുന്നു. ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ ഹബീബ് തലയുടെ ഭാഗത്ത് പോയിരുന്നു. പലപ്പോഴും നമ്മളെ നാട്ടിലൊക്കെ പലരും മനസ്സിലാക്കി എന്താ, ഭർത്താവിന് അസുഖമായി കിടന്ന ആര് നോക്കണം? ഭാര്യ നോക്കണം. ഭാര്യക്ക് അസുഖമായി കിടന്ന മക്കൾ നോക്കണം എന്നാണ്. എന്നാ നോക്കൂ നിങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ രോഗിയായി കിടക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് തലയുടെ ഭാഗത്ത് പോയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഭാര്യമാർക്ക് പനിച്ചപ്പോ തലന്റെ ഭാഗത്തൊന്ന് പോയിരുന്നിട്ട് ഒന്ന് തലയിൽ കൈവച്ച് തലോടിയ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഒന്ന് കൈവയ്ക്കാണ്? മഹാനായ നബിയുനാ റസൂലുള്ളാഹി, ബേജാറ ഒന്നും ചെയ്യണ്ട, അതിൽ നിങ്ങൾ ഷെയ്മ് തോന്നണ്ട. അവിടെയാണ് ചെയ്യേണ്ടി. ആരാന്റെ തലയിൽ നമ്മൾ കൈവെക്കേണ്ടി? അവനവന്റെ ഭാര്യയുടെ തലയിൽ ഒന്ന് കൈവച്ചിട്ട് നിങ്ങളുടെ കൈയൊന്ന് ആ ഭാര്യയുടെ മൂർധാവിലൂടെ ഒരു തവണയെന്ന് ഓടിപ്പോയിരുന്നെങ്കിൽ പല പ്രശ്നങ്ങളും അവിടെ ഉടഞ്ഞു വീണ് ഇല്ലാതെയായി പോകുമായിരുന്നു. പല പ്രശ്നങ്ങളും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരുന്നിട്ട് ഖദീജ ബിയുടെ കൈ പിടിച്ചു. ഖദീജാബിയുടെ കൈ പിടിച്ചിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജാബിയുടെ ശരീരത്തിലൂടെ അങ്ങനെ കൈ തലോടി കൊടുത്തു. കൈ അങ്ങനെ ചലിപ്പിച്ചു. ഖദീജാബിയെ തലോടി. ഖദീജാബി കരയുന്നുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കരയുന്നുണ്ട്. പുണ്യ നബി പറഞ്ഞു, ഖദീജ അങ്ങ് വിഷമിക്കണ്ട, അങ്ങ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണ്. ഖദീജാബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, ഏതായാലും മരിക്കുമെന്ന വിഷയത്തിലല്ല എന്റെ ബേജാർ. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ആ ആഴം, സ്നേഹത്തിന്റെ ആഴത്രേ.
യാ റസൂലല്ലാഹ്, ഞാൻ ഈ ലോകത്തിൽ മരിക്കുമെന്നതല്ല എന്റെ പ്രയാസം. ഹബീബായ നബിയേ, എന്തായാലും ഒരു ദിവസം നമ്മളൊക്കെ മരിക്കണം. മരണം ജനിച്ച മനുഷ്യൻ അല്ലാഹു നിശ്ചയിച്ചതാണല്ലോ മരണം. ഹബീബായ നബിയേ, ഞാൻ ഈ ലോകത്തിൽ മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ മരിച്ചാൽ അങ്ങയുടെ ഈ പ്രയാസങ്ങളൊക്കെ അങ്ങയുടെ കൂടെ അങ്ങേക്കൊരു താങ്ങാവാൻ ഈ പ്രയാസങ്ങളിൽ ആരുണ്ടാകും? നബി, അതാണ് എന്റെ ബേജാർ. കാരണം എന്താ? മൂത്ത മോളാണ് സൈനബ് റളിയല്ലാഹു അൻഹ. സൈനബ ബീവിയുടെ ഭർത്താവ് അബുൽ ആസാൻ. അബുൽ ആസാൻ റസൂലുള്ളാഹിന്റെ കൊടിയ ശത്രുവാണ്. റസൂലുള്ള ബദർ യുദ്ധത്തിൽ വന്നതന്നെ എന്തിനാ? റസൂലുള്ളാഹിന്റെ തല കൊയ്യാൻ വന്നതാ. ഇസ്ലാമിന് മുമ്പ് കഴിഞ്ഞ കല്യാണ. അബുല്ലാസ് സൈനബ് ബീവിയെ വീട്ടിലേക്ക് പറഞ്ഞേക്കാറില്ല. മുസ്ലിമാകുമോ എന്ന് പേടിച്ചിട്ട്, മതം മാറ്റിക്കളയോ എന്ന് പേടിച്ചിട്ട് ഭാര്യയെ വീട്ടിലേക്ക് അയക്കാറില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ ചോദിക്കാൻ, നബിയേ, ഈ പ്രയാസം രണ്ടാമത്തെ മോളാണ് റുഖയ്യ, മൂന്നാമത്തെ മകളാണ് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുമ. അവർ രണ്ടുപേരെ അബൂ താലിബ്, അബൂ ലഹബിന്റെ രണ്ട് മക്കൾ വിവാഹം ചെയ്ത് നിക്കാഹ് ചെയ്ത് ത്വലാഖ് ചൊല്ലിയതാണ്. ത്വലാഖ് ചൊല്ലിയിട്ട് റുഖയ്യ ബീവിയുടെ കല്യാണം കഴിഞ്ഞുള്ളൂ. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കല്യാണം കഴിച്ചു. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ അങ്ങനെ തന്നെ വീട്ടിൽ നിൽപ്പാൻ. നിങ്ങൾ ആലോചിക്കണം, ഖദീജ ബീവി വഫാത്താകുന്ന രംഗ. നിക്കാഹ് കഴിഞ്ഞിട്ട് വീട്ടിൽ കൂടുന്നതിന് മുമ്പ് ത്വലാഖ് ചൊല്ലി ഉമ്മു കുൽസൂമിനെ. ഉമ്മു കുൽസൂം വീട്ടിൽ നിൽപ്പുണ്ട്. പിന്നെ ഉള്ളത് ഫാത്തിമ മോളാണ്, ചെറിയ കുഞ്ഞാൻ. ആൺമക്കളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കാൻ, നബിയേ, ഈ പ്രയാസം അങ്ങയുടെ കൂടം ശത്രുക്കളുടെ അതിശക്തമായ അക്രമങ്ങൾക്കിടയിൽ ഈ കുടുംബഭാരവും കൂടെ ഞാൻ അങ്ങ് പോയാൽ ഹബീബായ നബി അങ്ങനെ താങ്ങുമെന്നതാണ് ഖദീജയുടെ പ്രയാസം. ഇത് പറഞ്ഞിട്ടാ കരയുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കരയരുത് ഖദീജ, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലാണെന്ന്. രണ്ടുപേരും കണ്ണുനീർ തുടക്കുന്നുണ്ട്. ചിന്തിക്കണം. അപ്പോഴാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഹബീബായ നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ ഈ ലോകത്തിൽ മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ മരിച്ചാൽ ഞാൻ അങ്ങയുടെ ഭാര്യയായ അങ്ങയുടെ വീട്ടിലേക്ക് വരുന്ന അന്ന് ഞാൻ സ്വയം കുളിച്ചതാ നബി. അങ്ങയുടെ മണിയറയിലേക്ക് വരുന്ന അന്ന് ഞാൻ സ്വയം കുളിച്ചതാ. എന്നാൽ ഖബറാകുന്ന മണിയറയിലേക്ക് ഞാൻ പോകുമ്പോൾ നിങ്ങൾ എന്നെ കുളിപ്പിച്ചു തരണം നബി. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനത്തെ ഒരു വർത്താനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരങ്ങളെ, ഇങ്ങനെ ഉള്ളൊരു സംസാരം നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിണോ? എന്താ നമുക്ക് എപ്പോഴും പറയാനുള്ളത്? ഓളെ കുറിച്ചുള്ള കുറവ് നമ്മൾ പറയും, നമ്മളെ കുറിച്ചുള്ള കുറവ് ഓളും പറയും. എന്നാ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ നിങ്ങളോട്, ആരെങ്കിലും അവന്റെ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ടോ, എന്റെ അടുത്ത് വല്ല നിനക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം ഉണ്ടോ? ഇല്ല. നമ്മളെപ്പോഴും നമ്മൾ അവരെക്കാൾ ഉഷാറാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രദ്ധിക്കാറുള്ളത്. ഞാൻ ചോദിക്കട്ടെ പെങ്ങളെ, ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്റെ ഭർത്താവിനോട്, എന്നിൽ ഇഷ്ടമില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വല്ല സ്വഭാവം എന്റെ അടുത്തുണ്ടോ? നിങ്ങൾ നോക്ക്, എന്തൊരു നിർമ്മലമായ ഹൃദയം തുറന്ന സംസാരം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയുടെ വീട്ടിലേക്ക് വരുന്ന അന്ന് ഞാൻ സ്വയം കുളിച്ചതാ. എന്നാൽ ഖബറാകുന്ന മണിയറയിലേക്ക് ഞാൻ പോകുമ്പോൾ നിങ്ങൾ എന്നെ കുളിപ്പിച്ചു തരണം നബി. ഹബീബായ നബി കരയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മണിയറയിലേക്ക് അങ്ങയുടെ ഭാര്യയായി ഞാൻ വരുന്ന ദിവസം എനിക്ക് വസ്ത്രം അണിയിപ്പിച്ചു തന്ന അങ്ങയുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളാണ്. എന്നാൽ നബിയേ, ഉഖ്റവിയായ ലോകത്തേക്കുള്ള അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ഉഖ്റവിയായ ജീവിതത്തിന്റെ പ്രാരംഭമാണല്ലോ ഖബർ. ആ ഖബറാകുന്ന മണിയറയിലേക്ക് ഞാൻ കടന്നു പോകുമ്പോൾ ഹബീബായ നബിയേ, അങ്ങാകണം എനിക്ക് ഡ്രസ്സ് ധരിപ്പിച്ചു തരേണ്ടത്, എന്നെ കഫം പുടണിച്ചു തരേണ്ടത് അങ്ങാണ് നബിയേ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ വീട്ടിലേക്ക് അങ്ങയുടെ ഭാര്യയായി ഞാൻ കടന്നു വരുമ്പോ എന്നെ കൊണ്ടുപോകാൻ ഒറ്റക്കെട്ടിൽ കൊണ്ടല്ലോ നബിയേ. എന്നാൽ പള്ളിക്കാട്ടിലേക്ക് എന്നെ കൊണ്ടുപോകാൻ മയ്യിത്ത് കെട്ടിൽ വരുമ്പോൾ ഖബറാകുന്ന മണിയറയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവരുന്ന വാഹനത്തിലേക്ക് അങ്ങയുടെ കൈകൊണ്ടാകണം നബിയെ എന്നെ കയറ്റി വെക്കേണ്ടത്. മയ്യിത്ത് കെട്ടിലേക്ക് എടുത്തു വെക്കേണ്ടത് അങ്ങയുടെ കൈകൊണ്ടാകണം. യാ റസൂലല്ലാഹ്, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഹബീബായ നബിയേ, ഖബറാകുന്ന മണിയറയിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ
അങ്ങന്റെ മയ്യിത്ത് കട്ടിലിന്റെ ചാരത്തായി നടക്കണം നബിയേ. അങ്ങനെ എന്റെ മയ്യിത്ത് ഖബറിന്റെ അടുക്കലേക്ക് എത്തിയാൽ എന്റെ മയ്യിത്ത് കട്ടിൽ അവിടെ വെച്ചിട്ട് എന്നെ എടുത്ത് ഖബറിലേക്ക് താഴ്ത്തി വെക്കും. ഖബറിലേക്ക് താഴ്ത്തി വെക്കുന്നതിന് മുമ്പായി ഹബീബായ നബിയേ, എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങൊന്ന് ആ ഖബറിൽ ഇറങ്ങണം. പ്രിയപ്പെട്ടവരെ, അങ്ങ് ആ ഖബറിൽ ഇറങ്ങിയിട്ട് ഞാൻ സൂറന്ന കാഹളത്തിലെ രണ്ടാമത്തെ ഊത്ത് വരെ ഞാൻ കിടക്കേണ്ട സ്ഥലമാണല്ലോ എന്റെ ഖബർ. ഞാൻ കിടക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങയുടെ പാദസ്പർശനമേറ്റ, അങ്ങയുടെ കാലിന്റെ സ്പർശനമേറ്റ മണ്ണിലാണ് നബിയേ. ഖിയാമത്ത് നാൾ വരെ ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്റെ മയ്യിത്ത ഖബറിലേക്ക് താഴ്ത്തുന്നതിന് മുമ്പ് അങ്ങൊന്ന് ഖബറിലേക്ക് ഇറങ്ങണം നബിയേ. എന്നിട്ട് അങ്ങ് ചവിട്ടി നിന്ന ഖബറിലാകണം യാ റസൂലല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ ഞാൻ കിടക്കേണ്ടെന്ന് പറഞ്ഞ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. ഞങ്ങളെ ഞാൻ ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ഇങ്ങനൊക്കൊരു മനസ്സ് അറ്റാച്ചായ ഒരു സംസാരം നടന്നിട്ടുണ്ടോ? വജഅല ബൈനകും മവദ്ദ, നിർമ്മലമായ സ്നേഹം. ആ സ്നേഹം അളക്കാൻ കഴിയാത്ത സ്നേഹമാകണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം ഒരിക്കലും അത് എന്തെങ്കിലും നിയമങ്ങളുടെയോ ഇടപാടുകളുടെയോ പേരിലാവരുത്. എന്റെ വാപ്പ 50 തരാന്ന് പറഞ്ഞിട്ട് 40 തന്നിട്ടുള്ളൂ, അതുകൊണ്ട് സ്നേഹം 40 ഉള്ളൂ, അതുകൊണ്ട് സ്നേഹം 40. അങ്ങനെയുള്ള കുടുംബ ജീവിതത്തിൽ എവിടെ സമാധാനം കിട്ടാനാ? എവിടെ സമാധാനം ലഭിക്കാൻ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ, നിർമ്മലമായി സ്നേഹിക്കുക. ഭാര്യയോട് പറയാൻ പറ്റാത്ത വാക്കുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊന്ന് വിളിച്ചിട്ട് എന്റെ പൊന്നെ കരളെ എന്ന് പണ്ടൊക്കെ കത്തെഴുതിയിരുന്നു. കത്തെഴുതി നേരെ നേരെ കാണൂല, അതെന്നും വിളിക്കായതുകൊണ്ട് പിന്നെ അവിടെ നിങ്ങട്ട് വീട്ടിലെ പായാരാ പറയാം. പായാരം പറഞ്ഞോട്ടെ, ഫുള്ള് ക്ഷമയോടെ കേൾക്കണം. വിളിച്ചപാടെ പറയരുത് എന്റെ ബാറ്റത് പറയാൻ അതിനപ്പ ഞാൻ വിളിച്ചത് എന്ന് പറയരുത്. കേൾക്കാം, ഫുള്ളായി കേൾക്കുക. കേട്ട് കഴിഞ്ഞിട്ട് പറയാം, നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, അതൊന്നും സാരില്ല കരളെ, അതൊക്കെ അല്ലാഹു പരിഹരിച്ചു തരുന്ന് പറഞ്ഞു നോക്ക് നിങ്ങൾ. പിന്നെ ഓക്ക് മൂന്നാമതൊരു പരാതി പറയണ്ടാവൂല. നമ്മുടെ സംസാരം സ്നേഹമസൃണമാവണം, നമ്മുടെ നോട്ടം സ്നേഹമസൃണമാവണം. നോട്ടം എന്താ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വാലിഹത്തായ ഭാര്യയുടെ അടയാളം പറഞ്ഞെന്താ? പുണ്യ നബിയുടെ ഹദീസ് നോക്ക് നിങ്ങൾ. അദ്ദുന്യാ കുല്ലുഹാ മതാ, ദുനിയാവ് മുഴുവൻ ഗിഫ്റ്റാ, ദുനിയാവ് മുഴുവൻ ഗിഫ്റ്റാണ്. വഖൈറു മതാഇദ് ദുനിയ, ദുനിയാവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വത്ത് ഏതാ? മക്കത്തെ ക്ലോക്ക് ടവറിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് അല്ലേ? ദുബായിൽ ഒരു സൂപ്പർ മാർക്കറ്റ്, അല്ലെങ്കിൽ കണ്ണൂർ എയർപോർട്ട് വരാൻ പോകുന്ന സ്ഥലത്ത് 14 നിലകളിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് അല്ല. ഞാൻ ചോദിക്കട്ടെ, 2 കോടിയുടെ വീട്, 80 ലക്ഷത്തിന്റെ 5 കോടിയുടെ വീട്, 80 ലക്ഷത്തിന്റെ വാഹനം, 1.5 ഏക്കർ സ്ഥലത്ത്, വിശാലമായ സൗകര്യം. പക്ഷേ അവർ രണ്ടുപേരുടെയും മനസ്സ് നീറിപ്പുകയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, 5 കോടി വീടിന് കൊണ്ട് എന്തു കാര്യം? 5 കോടി രൂപയുടെ വീട്ടിൽ കിടന്നിട്ട് മനസ്സിങ്ങനെ നീറിപ്പുകയാണ്, എന്തു കാര്യം? അദ്ദുന്യാ കുല്ലുഹാ മതാ, ദുനിയാവ് മുഴുവൻ ഗിഫ്റ്റാണ്. വഖൈറു മതാഇദ് ദുനിയാ, ദുനിയാവിൽ നിന്നൊരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വത്തേതാ? അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഭാര്യയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് സ്വാലിഹത്തിന്റെ അടയാളം പറഞ്ഞെന്താ? കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരിവിടെ ഉണ്ട്, ശ്രദ്ധിക്കണം. സ്വാലിഹത്തിന്റെ അടയാളം പറഞ്ഞെന്താ? എല്ലാ ദിവസവും ഒരു ജുസു ഓതുന്ന പെണ്ണെന്നല്ല, 10 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന പെണ്ണ് എന്നല്ല, നിസ്കാരത്താമ്പുള്ള പെണ്ണ് എന്നല്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി പറഞ്ഞ അടയാളം എന്താ? തസുറുഹു ഇദാ നദറ ഇലൈഹാ, തന്റെ ഭാര്യയെ നോക്കുമ്പോ തന്നെ ഹൃദയം നിറച്ച സന്തോഷം ലഭിക്കാൻ നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നവളാവണം. അപ്പൊ ഭാര്യയെ സെലക്ട് ചെയ്യുമ്പോ തന്നെ ശ്രദ്ധിക്കണം. അത് ഞാൻ ഇപ്പൊ പറയില്ല, പറഞ്ഞാൽ ചിലർക്ക് തോന്നും എന്റെ ആദ്യത്തെ കല്യാണം ശരിയായിട്ടില്ല, നാട്ടിൽ പോയിട്ട് ഒന്നുകൂടി കഴിക്കണം. അതുകൊണ്ട് ഞാനത് ഇപ്പൊ പറയുന്നില്ല. അത് കല്യാണം കഴിക്കാൻ പോണ ചെറുപ്പക്കാരെ മാത്രം വിളിച്ച് പറഞ്ഞു കൊടുക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ അതിപ്പോ പറയാത്തത്. നമ്മൾ ഇപ്പൊ പറയുന്നത് എന്താ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ജീവിതം എങ്ങനെ സന്തുഷ്ടമാക്കാം തന്നെ നിർമ്മലമായി. അതെവിടെ? സ്പർശിക്കുന്നിടത്ത്. എവിടെ? സ്പർശിക്കുന്നിടത്ത്. എവിടെ?
അത് ചില നൃത്തത്തിൽ, എവിടെ? അത് ഇരുത്തത്തിൽ. എവിടെയാണ്? നോട്ടത്തിൽ. നോട്ടത്തിൽ. എന്താ ഇപ്പൊ ഏറ്റവും വലിയ മനഃശാസ്ത്രം പറയുന്നത്? മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയാം, എല്ലാ ദിവസവും ഭാര്യയും ഭർത്താവും ഒരു ടേബിളിന് ഇരുവശവും ഇരുന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു സമയം, രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു സമയം ഒരു 5 മിനിറ്റ് കണ്ണിലേക്ക് നോക്കി നിന്നാൽ ഒട്ടുമുക്കാൽ പ്രശ്നങ്ങളും തീരുന്ന ഈ ഹദീസ് വല്ലാത്തൊരു ഹദീസാ. തസുറുഹു ഇദാ നളറ ഇലൈഹ, നീ അവളിലേക്ക് നോക്കുമ്പോൾ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. നോക്കലെങ്ങട്ടാ? ഒരാൾ രണ്ടാൾ കാണുമ്പോ നോക്കലെങ്ങട്ടാ? പള്ളമക്കൾ. രണ്ടാളുകൾ തമ്മിൽ കാണുമ്പോ നോക്കലെങ്ങട്ടാ? മുഖത്തേക്ക് പറഞ്ഞാല് കണ്ണിലേക്ക്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഏറ്റവും വലിയ മനഃശാസ്ത്രം. ഒരു ടേബിളിന്റെ മറുവശം 2 വശവും ഇരിക്കുക, എന്നിട്ട് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് ഇങ്ങനെ നോക്കുക. എങ്ങോട്ട്? കണ്ണിലേക്ക്. നിങ്ങളും നോക്കി നോക്കണ്ടേ? ഇതുവരെ നോക്കിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാ തിരിയാത്തത്. ആ ഒരു നോട്ടം ഉണ്ടല്ലോ, ആ ഒരു നോട്ടം നോക്കിയാൽ തന്നെ എല്ലാ പ്രശ്നവും തീരും. സ്നേഹസ്പർശമാണ് കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ലെന്ന് ഖുർആനാണ് പറഞ്ഞത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, നോക്ക നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഒരു സംഭവം. സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ആയിഷ ബീവി പറയാണ്, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ എപ്പോഴും പട്ടിണിയാ. പക്ഷെ ആയിഷ ബീവിക്ക് ഒരു പരാതിയില്ല. എന്താ? വയറ് പട്ടിണിയാണെങ്കിലും ഹൃദയം നിറയെ സ്നേഹം കിട്ടുന്നുണ്ട്. ഹൃദയം നിറയെയാണ് സ്നേഹം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പെരുമാറിയിരുന്നത് എന്റെ പ്രായം പരിഗണിച്ചുകൊണ്ടായിരുന്നു. റസൂലുള്ളാഹി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കല്യാണം കഴിക്കുമ്പോൾ ആയിഷ ബീവിയുടെ പ്രായം 9 വീട്ടിൽ കൂടുമ്പോഴുള്ള പ്രായം 9 വയസ്സ്. ആരുടെ? ആയിഷ ബീവിയുടെ. ആയിഷ ബീവി പറയാ, റസൂലുള്ളാഹി വീടിന് വെളിയിലൊക്കെ വലിയ മനുഷ്യനാണ്. റസൂലുള്ളാഹിനെ എല്ലാവരും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, പെരുമാറ്റമൊക്കെ അങ്ങനെയാണ്. എന്നാ റസൂലുള്ളാഹി എന്റെ വീട്ടിലേക്ക് വന്നാൽ എന്റെ അവസ്ഥയിലേക്ക് പുണ്യനബി ഇറങ്ങി വരും. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, പള്ളിയുടെ മുറ്റത്ത് അറബി കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അമ്പെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണവർ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിച്ചു, ആയിഷ ബീവിയുടെ പ്രായം ചെറുതല്ലേ, എന്നോട് ചോദിച്ചു, ആയിഷ അത് കാണണോ? പുണ്യനബി തന്റെ തോള് വെച്ച് തന്നു. ആയിഷ ബീവി പറയും, ഞാൻ ആ തോളിൽ എന്റെ താടി ഇങ്ങനെ വെച്ചു. നിങ്ങളെ തോളിൽ നിങ്ങളെ ഭാര്യ എപ്പോഴെങ്കിലും താടിച്ചിട്ടുണ്ടോ? ചില ആളുകൾക്ക് ഒരു നാട്ടിലുള്ളത് 4-5 മാസമാണെങ്കിലും ശരി, എപ്പോഴാ ചില ഭർത്താക്കന്മാർ വീട്ടിലേക്ക് കയറി വരാ? രാത്രി 12 മണിക്ക്. മൂപ്പരെന്താ? ഇവിടെ വലിയ സാമൂഹ്യ നേതാവാണ്, നാട്ടിലും വലിയ സാമൂഹ്യ പ്രവർത്തന. അവന്റെ വീട്ടിലൊരു പ്രവർത്തനമൊന്നുമില്ല. ഞാൻ പറയാ, ആദ്യം കുടുംബത്തെ പരിഗണിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കറിയോ, ഒരു പെണ്ണ്, 2 കുട്ടികളുള്ള ഒരു മാതാവ്, ഒരു പെണ്ണ് എന്റെ മുമ്പെന്നാ പറഞ്ഞ്, സാധേ നമുക്ക് എനിക്ക് വേണ്ട. അങ്ങനെ തന്നെ ആ പദം തന്നെ പറയാൻ എനിക്ക് ഒരു ലജ്ജയുണ്ട് ഈ സദസ്സിൽ. ആ പെണ്ണ് പറഞ്ഞ വാക്കാ, നമുക്ക് എനിക്ക് വേണ്ട. ഞാൻ ചോദിച്ചു, നീ എന്താ അങ്ങനെ പറയുന്നത്? എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ട, എന്നോട് ആ കാര്യം പറയത്, വേറെ എന്തും നിങ്ങൾ പറഞ്ഞാലും തിരക്കിടില്ലാന്ന്. ഞാൻ ചോദിച്ചു, എന്താ അവന്റെ കുഴപ്പം? എന്നോട് പറഞ്ഞു, ഗൾഫിലാ 2 കൊല്ലം, 4 മാസത്തെ ലീവിലാ 2 കൊല്ലത്തിനടുക്ക് വരിക. എന്നാൽ ഇവൻ കയറി വരിക, ഇവൻ അങ്ങാടിക്ക് പോവും. അങ്ങാടിക്ക് പോയിട്ട് ചങ്ങായിമാരുടെ കൂടെ കാരംസ് കളിക്കും. കയറി വരും രാത്രി 1 മണിക്കൂർ 2 മണിക്കൂർ. എന്നോട് ചോദിച്ചു, അങ്ങനെയുള്ള ഒരു ഭർത്താവിനെ സ്നേഹിക്കാൻ എങ്ങനെ എനിക്ക് കഴിയും എന്നായിരുന്നു ആ പെൺകുട്ടി ചോദിച്ചത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ, സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, റസൂലുള്ളാഹിന്റെ വീട് നിറയെ പട്ടിണിയാണ്, ഭക്ഷണം കിട്ടാറില്ല. ആയിഷ ബീവി തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ. 2 മാസക്കാലത്തോളം ഞാൻ അടുക്കളയിലേക്ക് പോയിട്ടേയില്ല. 2 മാസം ഞാൻ അടുക്കളയിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അടുപ്പത്ത് വെക്കേണ്ട ഒന്നും റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വന്നില്ല. കേട്ട ആരോ ചോദിച്ചപ്പോ, നിങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ ആ 2 മാസം ഞങ്ങൾ കഴിഞ്ഞുകൂടിയത് കാരക്കയും പച്ചവെള്ളവും കുടിച്ചാണ്. കാരക്ക തിന്നും അതിന്റെ മേലെ പച്ചവെള്ളം കുടിക്കും. ഇങ്ങനെയാ ഞങ്ങൾ ജീവിച്ചത്. ആയിഷ ബീവി പറയാണ്, ഖൈബർ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ഒരൽപ്പം നന്മ കയറി വന്നത്.
ഖൈബർ യുദ്ധം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് ഒരു ഈത്തപ്പനത്തോട്ടം അള്ളാഹുവിന്റെ ഹബീബിന്റെ ഗനീമത്തായി കിട്ടി. റസൂലുള്ളാഹിക്ക് ഗനീമത്തായി കിട്ടിയതിൽ റസൂലുള്ളാഹിന്റെ വിഹിതമായിരുന്നു ആ ഈത്തപ്പനത്തോട്ടം. ഒരു ചെറിയ ഈത്തപ്പനത്തോട്ടം കിട്ടി. ആയിഷ ബീവി പറയുന്നു, അതിന്റെ ശേഷമാണ് വീട്ടിലേക്ക് ഒരൽപ്പം ഭക്ഷണ സാധനങ്ങളൊക്കെ കയറി വരാൻ തുടങ്ങിയത്. ആയിഷ ബീവി പറയുന്നു, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിലേക്ക് കയറി വരുമ്പോ റസൂലുള്ള കയ്യിലൽപ്പം മാവുമായി, കയ്യിലൽപ്പം പൊടിയുമായി കടന്നു വന്നു. എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ആയിഷ റൊട്ടി ഉണ്ടാക്കും, ആയിഷ റൊട്ടി ഉണ്ടാക്കി, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പുണ്യ നബി ഇറങ്ങിപ്പോയി. ആയിഷ ബീവി പറയുന്നു റളിയല്ലാഹു അൻഹാ, ഞാൻ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നു, ഞാൻ മാവ് ഇങ്ങനെ കുഴക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോയി. ആയിഷ ബീവി ചെറിയ പെണ്ണല്ലേ, മാവ് കുഴക്കുന്നതിന്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കുറെ സമയം കഴിഞ്ഞ് റസൂലുള്ള വന്നിട്ട് വിളിച്ചു, ആയിഷോ യാ ആയിഷോ, ആയിഷോ റൊട്ടിയായോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. റസൂലുള്ള വന്നു നോക്കുമ്പോ കാണാന്തറിയോ, പുണ്യനബി വീട്ടിലേക്ക് കയറി വന്നു. വിളിക്കണേ നേരെ കയറി വന്നു. റൊട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ടാവും കരുതിയിട്ടാ കയറി വന്നത്. കയറി വന്ന് നോക്കുന്ന സമയത്ത് ആയിഷ ബീവി മാവ് കുഴക്കാൻ ഇരുന്നിട്ട് ഉറങ്ങാം. ഈ മാവ് മുഴുവൻ ആട്ടിൻകുട്ടി വന്ന് തിന്ന് തീർത്തിട്ടുണ്ട്. ആട്ടിൻകുട്ടി തിന്ന് തീർത്ത ആ സമയത്ത് റസൂലുള്ള കയറി വരുന്നത്. പുണ്യനബി നേരെ മുമ്പിൽ നിന്നിട്ട് ആയിഷ ബീവിയോട് ചോദിച്ച, ആയിഷ ബീവിക്ക് ടെൻഷനാകും എന്ന് പുണ്യനബിക്കറിയാം. റസൂലുള്ള മറയിലേക്ക് മാറി നിന്നു. നേരെ മുമ്പിൽ നിന്നില്ല, മാറി നിന്നു. ഒരു ഒഴിവിലേക്ക് മാറി നിന്നിട്ട് വിളിച്ചു, യാ ആയിഷോ, ആയിഷോ റൊട്ടി റെഡിയായെന്ന് വെച്ചു. ഇതൊക്കെ തിന്ന് തീർത്തുന്ന് പുണ്യനബിക്കറിയാം. അള്ളാഹുവിന്റെ ഹബീബ് അത് ചോദിച്ചപ്പോഴാണ് ആയിഷ ബീവി ഉണർന്നത്. ഉണർന്നപ്പോ ആയിഷ ബീവി നെട്ടിത്തെറിച്ചുപോയി. കാരണം എന്താ, കുഴച്ച മാവൊന്നുമില്ല. ആട്ടിൻകുട്ടി മുഴുവനും തിന്നു എന്ന് മാത്രമല്ല, ഒക്കെ തിന്ന് തീർത്തിട്ട് പിന്നെ ആയിഷ ബീവിയോട് പിന്നെ അങ്ങനെ ചുണ്ടൊക്കെ തുടച്ചിട്ട് ഇങ്ങനെ ചോദിക്കാൻ, അഞ്ഞുണ്ടോ ഇങ്ങനെ ചോദിക്കണ സമയത്ത് ആയിഷ ബീവി ഉണരുന്നത്. ഉണർന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഞെട്ടിത്തെറിച്ചു, പുണ്യനബിയോട് ഞാൻ എന്ത് പറയും? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ദേഷ്യം അടക്കി പിടിക്കാനും കഴിഞ്ഞില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു വടിയെടുത്തു, ആട്ടിൻകുട്ടിയുടെ പിന്നാലെ ഓടി അടിക്കാനായി. അടിക്കാൻ ഓടിയപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഇത് കണ്ടു. നമ്മളാണെങ്കിൽ എന്താ പറയാ, ഈ ജാതി ഒന്നിനെ കിട്ടിയ പോരെ, മനുഷ്യനെ ഹലാക്കാവാന്നാ ചോദിക്കുക. അള്ളാഹുവിന്റെ ഹബീബ് നോക്കൂ നിങ്ങൾ, റസൂലുള്ള ചോദിച്ചു ചിരിച്ചിട്ട്, ആയിഷ നീ ഉറങ്ങിപ്പോയതിനെന്തിനാണ് ആട്ടിൻകുട്ടിയെ അടിക്കുന്നത്? ആയിഷ സാരമില്ല ആയിഷ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യും? അറ്റ്ലീസ്റ്റ് ആ ഇരിക്കണ പലകന്റെ അടുത്ത് പോയിട്ട് ഒറ്റൊന്ന് കൊടുക്കൂല കാലും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അല്ലാഹുവിന്റെ ഹബീബ് വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. മവദ്ദ എന്ന പദം കഴിഞ്ഞ ഉടനെ ഖുർആൻ പ്രയോഗിച്ചത് റഹ്മത്തൻ, കരുണയും. സ്നേഹമുണ്ടാകുമ്പോഴേ കരുണുണ്ടാവൂ. സ്നേഹം ഉണ്ടാകുമ്പോ വിട്ടുവീഴ്ച ഉണ്ടാകും. സ്നേഹമില്ലാത്തടത്ത് വിട്ടുവീഴ്ച ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് ഖുർആൻ ഈ രണ്ട് പദവും ചേർത്തിയാ പറഞ്ഞത്, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. സ്നേഹവും അതേപോലെ നിർമ്മലമായ സ്നേഹവും കരുണയും. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചൊല്ലു. വെള്ളിയാഴ്ച രാവ് നമുക്ക് നല്ല മനം കുളിർത്തുന്ന ദുആ ചെയ്യണം. അല്ലാഹു സദസ്സ് ഖബൂലുള്ള സദസ്സാക്കി തരട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു സംഭവം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ നല്ല ടേസ്റ്റുള്ള പായസം പാകം ചെയ്യുന്ന ആളായിരുന്നു സഫിയ ബീവി റളിയല്ലാഹു അൻഹ. സഫിയ ബീവിയുടെ പായസത്തിന് വല്ലാത്ത ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ് അല്ലെ? ചില ആളുകൾക്ക് അവനവന്റെ ഭാര്യ ഉണ്ടാക്കിയതൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല, വേറെല്ലോടത്തുനിന്ന് കഴിച്ചൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ദേഷ്യം പിടിക്കും, ഉറപ്പല്ലേ? നിങ്ങൾ പറയണ്ടേ, ഇത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ പറയും കളവ് പറയില്ലേ? നല്ല അവനവന്റെ ഭാര്യ ഉണ്ടാക്കിയതിലൊരു ടേസ്റ്റ് കാണാൻ കഴിയും.
അവനവന്റെ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അതൊന്ന് വേറെ. പുറത്തുനിന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റാണ് അതിന്റെ മസാലക്കൂട്ടുകളുടെ രുചിയാണ്. വീട്ടിന്റെ അകത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് തന്റെ ഭാര്യയുടെ കൈപ്പൊരുത്തത്തിന്റെ ടേസ്റ്റായി അനുഭവപ്പെടാൻ നമുക്ക് കഴിയണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് ആ സ്വഭാവം കാണിച്ചാളാണ്. ഒരിക്കൽ റസൂലുള്ള വീട്ടിലേക്ക് വന്നല്ലോ. വീട്ടിലേക്ക് വന്നപ്പോൾ ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ ഭക്ഷണം വല്ലതുണ്ട് ഇവിടെ എന്ന് ചോദിച്ചു. ആയിഷ ബീവി പറഞ്ഞു, യാ റസൂലുള്ളാഹ് റൊട്ടി കഷ്ണങ്ങളുണ്ട് നബിയേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ എന്നാ റൊട്ടി കഷ്ണങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് കൊണ്ടുപോയി വെച്ചു കൊടുത്തു. പുണ്യ നബി അതങ്ങനെ കഴിക്കുമ്പോൾ ചോദിച്ചു, ആയിഷ കറി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, യാ റസൂലുള്ളാഹ് കറി ഇവിടെ ഇല്ലല്ലോ നബിയെ, കറി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, നബിയെ സുർക്കയുണ്ട് ഇവിടെ എന്ന്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ എന്നാൽ സുർക്ക കൊണ്ടുവരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സുർക്ക കൊണ്ടുപോയി കൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബി സുർക്കയിൽ ചപ്പാത്തിയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ മുക്കിയിട്ട് തിന്നുന്ന സമയത്ത് പറയാം, യാ ആയിഷു, ആയിഷ നിഅമൽ ഖല്ലു അൽ ഉദ്മു, എത്ര നല്ല ടേസ്റ്റുള്ള കറിയാണ് സുർക്ക. ടേസ്റ്റുള്ള കറിയാണോ തീരണേ എന്ന് നിങ്ങൾ സുർക്ക വാങ്ങിപ്പോയാൽ മതി, എന്നാ മനസ്സിലാവും. എത്ര നല്ല ടേസ്റ്റുള്ള കറി, എത്ര നല്ല കറിയാണ് ആയിഷ സുർക്ക എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, സ്വഭാവം കൊണ്ട് ഭാര്യയുടെ കൽബ് നിറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഭർത്താവിനെ കുടുംബജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ. അവിടെ അങ്ങനെ ഒരു സ്നേഹം, നിർമ്മലമായ സ്നേഹമുണ്ടായാൽ എല്ലാ വിഷയത്തിനും പരിഹാരം ഉണ്ടാവും. നോക്ക് നിങ്ങൾ, നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നല്ല ടേസ്റ്റ് ഉള്ള പായസമായിരുന്നു സഫിയ ബീവിയുടെ പായസം. ഒരിക്കൽ റസൂലുള്ളാഹി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരിക്കുകയാണ്. സഫിയ ബീവി റളിയല്ലാഹു അൻഹ പായസം ഉണ്ടാക്കിയിട്ട് റസൂലുള്ളാഹിക്ക് കൊടുത്തയച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൃത്യന്റെ കയ്യിൽ ഭൃത്യൻ പായസമായിട്ട് വീട്ടിന്റെ വരാന്തയിൽ വന്നു. റസൂലുള്ളാഹി വീട്ടുവരാന്തയിൽ ഇരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ വരാന്തയിലാണ്. ഭൃത്യൻ ഈ പായസം റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് കൊടുത്തു. റസൂലുള്ളാഹി ചോദിച്ചു, ഇത് ആര് തന്നതാണ്? അപ്പോ ഭൃത്യൻ പറഞ്ഞു, സഫിയ തന്നയച്ചതാണ്. സഫിയ എന്നുള്ള പേര് വീട്ടിന്റെ അകത്ത് നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കേട്ടു. കേട്ടപാടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് മൂച്ചിപ്പിരാന്ത് കയറി. നല്ല നമ്മൾ ഭാഷ പറയാം, അങ്ങനെയല്ലോ. ആയിഷ ബീവിക്ക് അല്ലെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ റസൂലുള്ളാഹി പറയുമ്പോൾ റസൂലുള്ളാഹി പറയല്ലോ, റസൂലുള്ളാഹി അങ്ങനെ പറയും, ആയിഷ എന്റെ ഖദീജ ഉണ്ടെങ്കിൽ ആ സ്നേഹം കൊണ്ട് പറഞ്ഞോണ, അത്ര വലിയ സ്നേഹം എന്റെ ഖദീജ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ പറയും നബിയോട്, യാ റസൂലുള്ളാഹ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടാത്തൊന്നും ലോകത്താകെ ഒരു പെണ്ണ് ഖദീജയുള്ളൂ, അതിനേക്കാളും നല്ല എത്ര പെണ്ണുങ്ങളുണ്ട്. ആ ബയസത്തി ഇങ്ങനെ പറയാം, ആ ബയസത്തി എന്ന് പറയും കൂട്ടി. ആയിഷ ബീവി പ്രായം ചെറുതല്ലേ, എന്നാലും പുണ്യനബി ഒന്നും പറയില്ല ആയിഷ ബീവിയോട്. ആയിഷ ബീവിയോടൊന്നും പറയാറില്ല. നോക്ക് നിങ്ങൾ, എത്ര വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ്. ഒരിക്കൽ ഖദീജ ബീവിയെ കടന്നു വല്ലാതെ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണ് നിറഞ്ഞു. ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ എന്റെ ഖദീജ എങ്ങനെ പറയരുത് ആയിഷ, എന്റെ ഖദീജയോട് കടപിടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ആയിഷ. എന്റെ ഖദീജയിലാണ് അല്ലാഹു എനിക്ക് മക്കളെ തന്നത് ആയിഷ. എന്റെ ഖദീജയാണ് എന്നെ ആരും സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ എന്നെ സഹായിച്ചത് എന്റെ ഖദീജയാണ് ആയിഷ എന്ന് രണ്ട് കണ്ണും നിറഞ്ഞ് കവളത്തുകൂടെ കണ്ണുനീരൊഴുകി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആയിഷ ബീവി ബേജാറായി പോയ സമയം പുണ്യനബിയോട് പറഞ്ഞു, നബിയെ ഞാൻ അങ്ങയെ വല്ല വേദനിപ്പിക്കണമെന്ന് കരുതി പറഞ്ഞതല്ല, പറഞ്ഞു പോയതിൽ വല്ലതുണ്ട് പൊരുത്തപ്പെട്ടു തരണം യാ റസൂലുള്ളാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലാണ്. ഭൃത്യന് ഈ പായസം കൊണ്ടുപോയി കൊടുത്തു. റസൂലുള്ളാഹി ചോദിച്ചു, ഇതാര് തന്നതാ? ഭൃത്യൻ പറഞ്ഞു, സഫിയ തന്നതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിന്റെ അകത്തുനിന്ന് കേട്ടു. ഉടനെ ആയിഷ ബീവി ഓടി വന്നു പുറത്തേക്ക് ഓടി വന്ന് പുണ്യനബി ഈ പായസം കുടിക്കാൻ വേണ്ടി ചുണ്ടിനോട് അടുപ്പിക്കുകയാണ്. നമ്മളെ വീട്ടിൽ ഇതൊക്കെ വേണം, ഇതൊന്നും വേണ്ട, ചെറിയൊരു പ്രശ്നം എന്താ ഓളെ കാരനോര് വരുമ്പോ കഴിയില്ലേ, കയ്യും വീതാ വന്ന് ഇങ്ങനെ വീട്ടിക്ക് വരില്ലേ? കുടുംബജീവിതത്തിൽ അതൊക്കെയാണോ പ്രശ്നമാവേണ്ടത്? പുണ്യനബി
പായസം കുടിക്കാൻ വേണ്ടി ചുണ്ടിനോടടുപ്പിക്കുകയാണ്. അപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓടി വന്നിട്ട് സഫിയ കൊടുത്തതാന്ന് പറഞ്ഞുള്ളൂ. ആ ദേശം ഒരൊറ്റ തട്ട് പാത്രത്തിന്, പാത്രം നിലത്തേക്ക് വീണു, പൊട്ടി, ചിന്നിച്ചിതറി പായസം നിലത്തായി. റസൂലുള്ളാഹിന്റെ വസ്ത്രത്തിലുമായി. ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻതല്ലദീ ലൗലാക മാ ഖുലിഖ അംറുൻ കല്ലാ വലാ ഖൽഖുൽ വറാ ലൗലാക. അങ്ങില്ലെങ്കിൽ ലോകത്തിന് തന്നെ ജന്മമില്ലെന്ന് പുകഴ് കൊണ്ട് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലത്തിറങ്ങിയിരുന്നിട്ട് ആ പായസം മുഴുവൻ സ്വന്തം കൈകൊണ്ട് വടിച്ചെടുത്തിട്ട് പിഞ്ഞാണത്തിലേക്ക്, പാത്രത്തിലേക്ക് തന്നെ തിരിച്ചു വെച്ചിട്ട് ആ പൊട്ടിയ പ്ലേറ്റിന്റെ ഭാഗങ്ങളൊക്കെ എടുത്ത് ഭൃത്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ വാക്കെന്താ പറഞ്ഞ വാക്കറിയോ? വേഗം കൊണ്ടുപോയിട്ട് സഫിയ ബീവിന്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി കൊടുത്തേ. സഫിയ ബീവിയോട് പറയണം, ദേഷ്യം പിടിച്ചിട്ടുണ്ട്. ദേഷ്യം പിടിച്ചിട്ടുണ്ട്. ആരെ കുറിച്ചാ പറഞ്ഞേ? ആയിഷ ബീവിയെ കുറിച്ച്. ആയിഷ ബീവി ആരാ? النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. റസൂലുള്ളാഹിന്റെ ഭാര്യമാർ മുഴുവൻ മുഅ്മിനീങ്ങളുടെയും ഉമ്മയാണ്. ഈ ഭൃത്യനോട് പറയാ, ദേഷ്യം പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. എപ്പോഴറിയോ? തലക്ക് മൂച്ചിപ്പിരാന്തളകിയിട്ട് 100 തല, 3 തലാക്കുന്നല്ല 100 തലാക്കും ഞാൻ ചൊല്ലി എന്നൊക്കെ പറയാൻ തോന്നുന്ന ഈ സമയത്താ പറഞ്ഞത്. എന്നാ ആയിഷ ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് പറയണ്ടേ? അവൻ പറഞ്ഞില്ല. പറഞ്ഞെന്താ? നിങ്ങളമ്മ ദേഷ്യം പിടിച്ചിട്ടുണ്ട്, വേഗം കൊണ്ടേകൊള്ളേൻ. നിങ്ങളമ്മ ദേഷ്യം പിടിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ 100 വട്ടം ആഴ്ച പോയിച്ചാന്ന് വിളിച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ നിർമ്മലമായ സ്നേഹമുണ്ടായാൽ ആ സ്നേഹത്തെ തുടർന്ന് കരുണയുണ്ടാകും. ആ കരുണ എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരമായിരിക്കും. പിന്നെ കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയാൻ, ആ രീതിയിലുള്ളൊരു നോട്ടം തന്റെ ഭാര്യയെ നോക്കാൻ, പ്രിയപ്പെട്ട പെങ്ങളെ, ആ രീതിയിലുള്ളൊരു നോട്ടം തന്റെ ഭർത്താവിനെ നോക്കാൻ, എന്റെ പ്രിയമുള്ള സഹോദര, ആ രീതിയിലൊരു തലോടൽ തന്റെ ഭാര്യയെ തലോടാൻ, പെങ്ങളെ ആ രീതിയിലൊന്ന് തന്റെ ഭർത്താവിനെ തലോടാൻ അല്ലേ റസൂലുള്ളാഹി ചെയ്തു നോക്കിയാ നിങ്ങള്. ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ചോടി വന്നപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അടുത്തിരുന്നിട്ട് തലോടി കൊടുത്തതാണ്. അതേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി രോഗിയായി കിടന്നപ്പോൾ തലയുടെ ഭാഗത്തിരുന്ന് തലോടി കൊടുത്ത നബിയുനാ റസൂലുള്ളാഹി. എന്റെ സഹോദരങ്ങളോട് ഞാൻ അവസാനിപ്പിക്കാൻ, എന്റെ സമയം കഴിഞ്ഞല്ലോ. ഒരു പ്രത്യേക വിഷയമൊന്നും പറയാനുള്ള ഒരു സമയം അവസരം ഇല്ലാത്തതുകൊണ്ട് മവദ്ദ എന്ന നിങ്ങളുടെ ഈ പേരിൽ കേന്ദ്രീകരിച്ചൊരു 4 വർത്താനം പറഞ്ഞു. 4 വർത്താനം അതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്റെ സഹോദരങ്ങളോട് പറയാം, ഇത് സ്നേഹം താനേ ഉണ്ടാവില്ല. ചില ആളുകൾ ചെയ്യാൻ അറിയോ? ഓൾ ഇങ്ങോട്ട് എത്ര സ്നേഹിക്കുന്നുണ്ട് നോക്കട്ടെ. അങ്ങനെ ഒരാളെ സ്നേഹിക്കല്. ഓള് നോക്കണം, അങ്ങനെ അയാൾക്ക് എന്നോട് എത്ര സ്നേഹം ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ടാ സ്നേഹം കൊടുക്കുക. ഇല്ല, നിർമ്മലമായി. അതാണ് ഖുർആന്റെ പ്രയോഗം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം അങ്ങനെയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, എന്തേ? റസൂലുള്ളാഹി വഫാത്തിനോടനുബന്ധിച്ചുള്ള രോഗം പിടിപെട്ടു. റസൂലുള്ളാഹിക്ക് വഫാത്തിനോടനുബന്ധമായുള്ള രോഗം പിടിപെട്ടിട്ട് വീട്ടിലേക്ക് ചെന്നു. ഒരു സ്വഹാബി മരണപ്പെട്ടു. ആ സ്വഹാബിയെ ഖബറടക്കം നടന്നത് പകൽ സമയത്ത്. റസൂലുള്ളാഹിൽ പങ്കെടുത്തു. വെയിലൊക്കെ കൊണ്ടു. വല്ലാത്ത ക്ഷീണം വന്നു, തലവേദന വന്നു. വീട്ടിലേക്ക് കയറി ചെന്നതങ്ങോട്ട് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കയറി ചെന്നപാട് റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ ഭയങ്കര തലവേദനയുണ്ട്. അത് പറഞ്ഞപ്പോ ആയിഷ ബീവി പറഞ്ഞെന്തറിയോ? ബൽ അനവാ റഅസ, ഹബീബായ നബിയെ നിങ്ങളെക്കാളും വലിയ തലവേദന ഉണ്ട് ഇപ്പൊ എനിക്ക്, നിങ്ങളെക്കാളും വലിയ തലവേദന ഉണ്ട് ഇപ്പൊ എനിക്ക് ഇല്ലേ? നമ്മള് ചിലപ്പോ വീട്ടിലേക്ക് കയറി ചെന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ പറയില്ലേ, ഇനി ഒരു ഗ്ലാസ് വെള്ളം എടുത്താ വല്ലാത്ത ക്ഷീണം. നിങ്ങളെക്കാളും വലിയ ക്ഷീണം. രാവിലെ മുതൽ ഇവിടെ നിങ്ങളെ വീട്ടിലെ പഴയെടുത്തിട്ട് കുഴങ്ങിക്കിടക്കുക, നിങ്ങൾ വേണേ അവിടെ പോയി എടുത്തു കുടിച്ചോളി എന്ന് പറയും. എടുത്തു കുടിച്ചോളി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറയുന്ന പാണ്ടാറടക്കാൻ ഒന്നിനെ കഴുത്തിൽ കിട്ടിയത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ദേഷ്യം വരുന്ന ഘട്ടം പോലും സ്നേഹത്തെ കൊണ്ടും മറച്ചു കളഞ്ഞു. പെണ്ണിന്റെ ഇടക്ക് വിജയിക്കാൻ അത് മാത്രമേ വഴിയുള്ളൂ. എന്റെ കൂടെ ഒരു ബീഹാരി ഉണ്ട്. ആ ബീഹാരി എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയം പറഞ്ഞു തീർക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. റസൂലുള്ളാഹിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങേണ്ടതാണ്. ഞാൻ ഇന്നൊരു കിതാബ് കണ്ടു, അൽ ഹുബ്ബു ഫി ഹയാത്തി റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അവസരം കിട്ടിയ അതായിരിക്കും ഒരു വിഷയം നമ്മൾ ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും പറയാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. പുണ്യ നബിയുടെ സ്നേഹം അൽ ഹുബ്ബു ഫീ ഹയാത്തിർ റസൂൽ. അപ്പോൾ നമ്മൾ ഭാര്യമാരോടുള്ളതിന്റെ 1-2 ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ. ജീവിതത്തിൽ ഉടനീളം പുണ്യ നബി ആരൊക്കെ സ്നേഹിച്ചു ആ സ്നേഹത്തിന്റെ ആഴമത്രേ മവദ്ദ എന്ന നിങ്ങളുടെ തലക്കെട്ടിൽ ചർച്ച ചെയ്യേണ്ടതാണ്. മവദ്ദയാണ് നിങ്ങളുടെ തലക്കെട്ടിന്റെ പേരെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വരായിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ അത് പറഞ്ഞു. നിങ്ങൾ നോക്കൂ. എന്നിട്ട് പുണ്യനബിക്ക് രോഗം തുടങ്ങി. രോഗമൊക്കെ തുടങ്ങി മൂർജിച്ചപ്പോൾ റസൂലുള്ള എല്ലാ ഭാര്യമാരെയും വിളിച്ചിട്ട് ചോദിച്ചാൽ എന്താ അറിയോ, ഞാൻ ആയിഷ ബീവിന്റെ വീട്ടിൽ കിടന്നോട്ടെ. ഏത് ആയിഷ ബീവി? ഈ രോഗം തുടങ്ങിയപ്പോൾ പറഞ്ഞെന്താ അറിയോ, എന്താ എനിക്ക് തലവേദന ഉണ്ട് ആയിഷ എന്ന് പറഞ്ഞപ്പോ നബി നിങ്ങളെക്കാളും വലിയ തലവേദന ഉണ്ട് പിങ്ക് എന്ന് പറഞ്ഞ അതേ ആയിഷ ബീവിയുടെ വീട്ടിലാ ഞാൻ പോയി കടക്കട്ടെ എന്ന് തന്റെ ഭാര്യമാരോട് സമ്മതം ചോദിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കണി, ഒരു തരിമ്പ് പോലും വെറുപ്പ് തന്റെ ഭാര്യമാരോട് കൽബിൽ വെച്ചില്ല. ഭാര്യ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് വലിയ ഓന്റെ മുഖം തന്നെ കൊട്ടത്തെ എങ്ങനെ വരിക. എന്താ ഓളെന്തോന്ന് പറഞ്ഞു പോയതാ, ഓളല്ലാതെ പിന്നെ എന്നോട് ആര് പറയാനാ? അതൊക്കെ എല്ലാം വിട്ടുപിടിച്ച ഏറ്റവും ദേഷ്യം വരുന്ന ഘട്ടം ഏറ്റവും നന്നായി പെരുമാറിയ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുദ്രാവാക്യാണത്. എന്റെ ചെറുപ്പക്കാരെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിവാഹിതരായ സഹോദരങ്ങളെ, നിങ്ങളത് ഏറ്റെടുക്കണം. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാ? നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നല്ല പോലെ വഴതു പറയുന്നവരല്ല, അങ്ങാടിയിൽ നല്ല പോലെ പെരുമാറുന്നവരല്ല, അയൽവാസിയോട് നല്ല പോലെ പെരുമാറുന്നവരല്ല. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ രാഷ്ട്രീയ മേഖലയിൽ നന്നായി പ്രവർത്തിക്കുന്നവരല്ല. ഖൈറുക്കും ലി അഹ്ലി. ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലും തന്റെ ഭാര്യയോട് മാന്യനായി നല്ലവനായി പെരുമാറാൻ കഴിയുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്തൊരു വർത്തമാനം. ഞാൻ പറഞ്ഞില്ല, എന്റെ കൂടെയുള്ള ബീഹാരി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ അവർ പറയലേ അറിയോ? എപ്പോഴും പറയും, ബീവി അച്ഛി ഹേ തോ ജിന്ദഗി ജന്നത്ത് ഹേ, ബീവി ബുരി ഹേ തോ ജിന്ദഗി ജഹന്നം ഹേ. ഭാര്യ നല്ല പെണ്ണാണോ ജിന്ദഗി ജന്നത്ത് ഹേ, അയാളുടെ സ്വർഗം ഭൂമി തന്നെ. അഗർ ബീവി ബുരി ഹേ തോ, ഭാര്യ മോശമാണോ എന്നാൽ ജിന്ദഗി ജഹന്നം ഹേ, അയാളുടെ നരകം ഭൂമി തന്നെയാണ്. മൂപ്പര് വേറൊരു വാക്കോടും പറയും. എന്താ പറയാറുണ്ട്? പെണ്ണ് ആഗ് കാ പ്യാലാ ഹേ ഔർ മഹബ്ബത്ത് കാ സമന്ദർ ഹേ. സ്ത്രീ എന്ന് പറയുന്നത് മഹബ്ബത്ത് കാ സമന്ദർ ഹേ, സ്നേഹത്തിന്റെ സമുദ്രമാണ്. എന്നാൽ ആഗ് കാ പ്യാലാ ഹേ, തീയിന്റെ ചഷകവുമാണ്. അതിൽ നിന്നൊരു ചെറിയ പൊരി വീണാൽ മതി, നിങ്ങളുടെ ജീവിതാകെ തൂഫാനാവും. തൂഫാനാവുന്ന മാത്രമല്ല, ഈയിടെയായി ഒരു ഉറുദു പത്രത്തിൽ വന്നിരുന്നു, ഒരു 1-1.5 കൊല്ലം മുമ്പാ. എന്താ, 40 കൊല്ലം ഒരു പ്രദേശത്തെ ഖാദിയായ ഒരാൾ, കേരളത്തിലല്ല പുറത്താണ്. ആ ഖാദി 40 കൊല്ലം അയാൾ ചെയ്ത കാര്യമൊന്നും പുറത്തായില്ല. ഭാര്യയും ഭർത്തായി. ഖാദി ഭാര്യനോട് തെറ്റിയപ്പോഴാ ലോക വിവരം അറിയണത്. ഈ ഭാര്യ എന്താ പറഞ്ഞറിയോ, 40 കൊല്ലം മഹലിലെ ഖാദിയായ അയാളെ കുറിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി, ഭയങ്കര തെറ്റായി. അപ്പോഴാ ഈ പെണ്ണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ആ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു, ഇയാള് 40 കൊല്ലങ്ങളെ മഹലിലെ ഖാദിയായി ഇങ്ങക്ക് സുബൈ നിസ്കരിച്ച പല സുബൈയും ജനാബത്തുണ്ടായിട്ട് ഇയാൾ കുളിക്കാതെ നിസ്കരിച്ചത്. എപ്പോഴാണ് ഓലമിൽ തെറ്റിയപ്പോഴാണ്. ഈ പെണ്ണ് പറഞ്ഞു, എന്താ പല രാത്രിയിൽ എന്റെ കൂടെ കടന്നുറങ്ങിയിട്ട് ജനാബത്തായിട്ട് ഇയാള് കുളിക്കാതെ വന്നിട്ടാ നിങ്ങൾക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിച്ചത് എന്ന രഹസ്യം പുറത്തായത്. ഭാര്യയുമായി പിണങ്ങിയപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ ഭാര്യയുമായുള്ള നിന്റെ വർത്തനം ഏറ്റവും നല്ല രീതിയിലാവണം. എന്തുകൊണ്ട്? ലിഅന്നഹാ മൂലഉ സിർരിക്, നിന്റെ എല്ലാ രഹസ്യങ്ങളും സൂക്ഷിക്കുന്നവളാണവൾ. നിന്റെ എല്ലാ രഹസ്യങ്ങളും സൂക്ഷിക്കുന്നവളാണ്. അതുകൊണ്ട് ആഗ് കാ പ്യാലാ ഹേ, അതിൽ നിന്ന് വീഴുന്നൊരു തീപ്പൊരി നിങ്ങളുടെ ജീവിതത്തെ തന്നെ താറുമാറാക്കി കളയും. എന്നാൽ മഹബ്ബത്ത് കാ സമന്ദർ ഹേ, മഹബ്ബത്തിന്റെ സമുദ്രമാണ്. നിങ്ങൾ എത്ര സ്നേഹം കൊടുക്കണോ അതിനനുസരിച്ച് അത് ശാന്തമായി നിൽക്കും. ഏതുപോലെ എന്ന് ചോദിച്ചാൽ വള്ളിച്ചെടി പോലെയാണ്. കുരുമുളകിന്റെ ചെടി കണ്ടിട്ടില്ലെങ്കിൽ, കുരുമുളകിന്റെ വള്ളി അതിന് കയറിപ്പോകാൻ ഒരു മരം വേണം. ആ മരത്തിൽ അങ്ങനെ കയറിപ്പോകും. ആ മരം നമ്മൾ മുറിച്ചിട്ടാൽ വള്ളിയും താഴെ വീഴും. ആള് കൊണ്ടുപോയാൽ വള്ളി അവിടെ തന്നെ കിടക്കും. നമ്മൾ കരുതാ മരം പൊടിഞ്ഞു വീണത് കൊണ്ട് വള്ളിയും ഉണങ്ങിപ്പോകുന്ന. എന്നാ വള്ളി ഉണങ്ങൂല.
2 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി നോക്കണ്ട, ഈ വള്ളി അടുത്ത മരത്തിലേക്ക് കയറിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് പെണ്ണിന് കൊടുക്കേണ്ടത്. ആ സ്നേഹം നമ്മൾ കൊടുത്താൽ നമ്മളെ കൂടെ നിൽക്കും. ആ സ്നേഹം നമ്മൾ കൊടുത്തില്ലേ, സ്നേഹം കിട്ടുന്നിടത്തേക്ക് പെണ്ണുപോകും. പെണ്ണിന്റെ ഹൃദയം തന്നെ സ്നേഹമാണ് എന്ന കാര്യം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെ പുണ്യനബി പഠിപ്പിച്ച ഏറ്റവും മഹത്തരമായ കാര്യമാണ്. എന്റെ സഹോദരങ്ങളോട് ഇത് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തമായ കുടുംബജീവിതം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാൻ. പിന്നെ വേറെ ചില ആളുകൾക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടാവും, നിങ്ങളല്ലോ. എന്താ സ്വഭാവം എന്ന് പറഞ്ഞാൽ, ചില ആളുകൾക്ക് തോന്നാം ഞാൻ അങ്ങനത്തെ ആളല്ലേ ഓളം തന്നെ പരിഗണിക്കാത്തത്. ഏത് ഭാര്യക്കും ഭർത്താവ് നല്ല പരിഗണന ഉണ്ടാവും. ഏത് ഭാര്യയുടെ മുമ്പിൽ എത്ര വലിയ ഹോജ സുൽത്താൻ ആണെങ്കിലും ഭാര്യ പറയാ, ഓനോ അതിന്റെ ഓനാ, അയാളോ അതിന്റെ ഭർത്താവാണെന്നേ പറയുള്ളൂ. ഭാര്യ ഒരിക്കലും പറയില്ല അത് ഹാജയാണ് എന്ന് പറയില്ല, എന്റെ ഭർത്താവാണ് എന്ന് പറയാനാണ് ഒരു പെണ്ണിന് ഏറ്റവും ഇഷ്ടം എന്ന്. കണ്ടൊരു വലിയ വലിയുണ്ടായിരുന്നു, വലിയൊരു വലിയ ഭയങ്കര കറാമത്തൊക്കെ കാണിക്കുന്ന ആളാണ്. മൂപ്പര് അന്തരീക്ഷത്തിലൂടെ പറക്കും, അങ്ങനെ പറക്കും. ഇങ്ങനെയൊക്കെ കറാമത്ത് കാണിക്കുന്ന ആളെ കുറിച്ച് ഈ പെണ്ണും കേട്ടിട്ടുണ്ട്. പക്ഷെ പെണ്ണിനറിയില്ല ഓളെ ഭർത്താവാണ്. ഒരിക്കൽ ഇയാളിത് കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. തന്റെ ഭാര്യയെ ഒന്ന് ബോധ്യപ്പെടുത്തണം എനിക്ക് ഇങ്ങനെയൊക്കെ കഴിവൊക്കെ ഉണ്ട് എന്ന്. ഇയാള് ഭാര്യയുടെ അടുത്തുകൂടെ അങ്ങനെ പോയിട്ട് ബാക്കിലോട്ട് പോയിട്ട് ഒന്നാണ് പറന്നിട്ട് അന്തരീക്ഷത്തിൽ അങ്ങനെ പറക്കുമ്പോ ഈ പെണ്ണ് പണിയെടുക്കും. വീട്ടിന്റെ മുറ്റമൊക്കെ അടിച്ചു വരുന്ന സമയത്ത് അത് കാണുന്നത് ഒരാളിങ്ങനെ പറക്കണത്. ഈ പെണ്ണ് അത്ഭുതത്തോട് നോക്കി നിന്നു. പെണ്ണിങ്ങനെ പറയുന്നത്, ഇത്ര വലിയ കറാമത്ത് കാണിക്കുന്ന മഹാനോ എന്നൊക്കെ ഈ പെണ്ണിങ്ങനെ ചോദിക്കുന്നുണ്ട്. കുറെ സമയം കഴിഞ്ഞിട്ട് അങ്ങനെ പറന്നങ്ങ് മറഞ്ഞുപോയി. ഇയാള് നിലത്ത് വന്നിറങ്ങി ഈ ഭാര്യയുടെ മുമ്പിലേക്ക് നടന്നു വന്നു. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, നീ എന്താ അത്ഭുതപ്പെട്ട? പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ ഒരു വലിയൊരു മഹാനായ വലിയ പറക്കുന്നത്, അന്തരീക്ഷത്തിലൂടെ പറക്കുന്നത് ഞാനിങ്ങനെ കണ്ടു, അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയൊക്കെയുള്ള കറാമത്തോ എന്നൊക്കെ ഈ പെണ്ണിങ്ങനെ ചോദിച്ചപ്പോ ഇയാൾ ചോദിച്ചു, അത് ആരാ നമുക്ക് മനസ്സിലായെന്ന് ചോദിച്ചു. ഇല്ല, അതെന്തായാലും അത് അല്ലാഹുവിന്റെ വലിയ തന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്ര വലിയ കറാമത്തൊന്നും ഞാൻ ജീവിതത്തിൽ പറയുന്നത് കേൾക്കുകയോ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു, ആ പറഞ്ഞ ആള് ഞാനാണ്. അപ്പൊ അവൾ പറഞ്ഞു, നിങ്ങളാളെ പറഞ്ഞേ, അതന്നെയാണ് ആ പറക്കണ സമയത്ത് ഒരു ചെരിവുണ്ടായിരുന്നു. ചില ആളുകൾക്ക് തന്റെ കഴിവും തന്റെ സ്ഥാനവും മാനവും ഒക്കെ ഭാര്യയുടെ മുമ്പിൽ, ഭാര്യക്കതൊക്കെ പുല്ലുവരെ, ഭാര്യക്ക് തന്റെ ഭർത്താവ് തന്റെ മുമ്പിൽ എപ്പോഴും ഭർത്താവാണ്. ഭർത്താവിൽ നിന്ന് എന്തൊക്കെ ഒരു ഭാര്യയ്ക്ക് ലഭിക്കണോ അത് കിട്ടിയില്ലേ നിങ്ങളെ ഭർത്താവായി പരിഗണിക്കാൻ ഭാര്യ തയ്യാറാവൂല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ ഒരാൾ വന്നില്ലേ, ഒരു പെണ്ണ് വന്നു. മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഉമർ തങ്ങളെ എന്റെ ഭർത്താവ് രാത്രി മുഴുവൻ നിസ്കാരം, പകൽ മുഴുവൻ നോമ്പാണ്. ഉമർ തങ്ങളെ പകൽ മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം. എന്റെ ഭർത്താവ് എപ്പോഴും അല്ലാഹുവിന്റെ ചിന്തയില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഭർത്താവ് എത്ര നല്ല ഭർത്താവാണ്, നല്ലൊരു മനുഷ്യനല്ലോ. പിന്നെയും ഈ പെണ്ണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തന്നെ പറയണേ, എന്റെ ഭർത്താവ് ഉമർ തങ്ങളെ രാത്രി മുഴുവൻ നിസ്കാരം, പകൽ മുഴുവൻ നോമ്പ്, അല്ലാഹുവിന്റെ ചിന്തയിൽ. അപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, എന്റെ ഭർത്താവ് എത്ര നല്ല ഭർത്താവ്. അപ്പൊ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കഅബ് റളിയല്ലാഹു അൻഹു തന്നെയാണ് തോന്നുന്നു, മഹാനവർക്ക് അടുത്തുണ്ട്, ഒരു സഹാബി അടുത്തുണ്ട്. അവർ പറഞ്ഞു, ഉമർ തങ്ങളെ ആ പെണ്ണ് തന്റെ ഭർത്താവിനെ കുറിച്ച് പരാതി പറയാണ്. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയാണോ? അതെ, തന്റെ ഭർത്താവ് തന്റെ വിരിപ്പിലേക്ക് വരുന്നില്ല, ഭർത്താവിനെ തനിക്ക് കിട്ടുന്നില്ല, രാത്രി മുഴുവൻ നിസ്കരിക്കാൻ മൂപ്പര്, പകല് മുഴുവൻ നോമ്പാണ് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾക്കല്ലേ അവരുടെ ഇടയിലുള്ള അവരുടെ സംസാരത്തിൽ നിന്ന് ഈ കാര്യം മനസ്സിലായത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ അവർക്കിടയിൽ വിധി പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയെ ഏൽപ്പിച്ചു. ആ സ്വഹാബി പറഞ്ഞു, ഈ പ്രശ്നത്തിന് പരിഹാരം കാണണോ, ഭർത്താവിനെ കൊണ്ടുവരണം. ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവന്നു. ഭർത്താവിനോട് ഈ സ്വഹാബി പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ കുറിച്ച് പരാതിയുണ്ട്. അപ്പൊ ഇയാൾ ചോദിച്ചു, ഭക്ഷണം വെള്ളം ഞാൻ തിന്നാനൊന്നും കൊടുക്കുന്നില്ല എന്ന് വല്ല പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. ഭർത്താവിനെ കുറിച്ചുള്ള പരാതിയാ. പ്രവാസികൾ ശരിക്കും കേൾക്കണം. ഈ സ്വഹാബി ചോദിച്ചെന്തറിയോ, ഞാൻ തിന്നാനും കുടിക്കാനും കൊടുക്കില്ല എന്നുള്ള വല്ല പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. ഭക്ഷണത്തിലും പാനീയത്തിലാണോ പരാതി? അല്ല.
അല്ല. അപ്പൊ ഈ പെണ്ണാണ് പാടി. ഈ പെണ്ണിങ്ങനെ ദീർഘമായിട്ട് പാടിയിട്ട് പറഞ്ഞു, അദ്ദേഹം തന്റെ വിരിപ്പിൽ നിന്ന് അകന്നു പോയത് ലൈലുഹു ഖിയാമു, അദ്ദേഹത്തിന്റെ രാത്രി മുഴുവൻ നിസ്കാര, വനഹാറുഹു സൗമു, പകൽ മുഴുവൻ നോമ്പുമാണ്, അള്ളാഹുവിന്റെ ചിന്തയിലാണ്, ഭാര്യനെ കുറിച്ച് യാതൊരു ചിന്തയില്ല. അതുകൊണ്ട് വലസ്തു ഫീ അംറിൻ നിസാഇ അഹ്മദു, അയാൾ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടപ്പെട്ട ആളാണെങ്കിലും ശരി, സ്ത്രീകളുടെ കാര്യത്തിൽ ഞാൻ അയാളെ പ്രശംസിക്കാൻ തയ്യാറാവൂല. ഭാര്യ എന്ന നിലക്ക് ഞാൻ അയാളെ കുറിച്ച് നല്ലത് പറയില്ല. അയാൾ നല്ല മനുഷ്യൻ തന്നെ, യാതൊരു സംശയവുമില്ല. രാത്രി മുഴുവൻ നിസ്കാരം, പകൽ മുഴുവൻ നോമ്പ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും പൊട്ടിക്കരച്ചിലും ദ്വായും ഒക്കെയാണ്. പക്ഷേ അങ്ങനെയൊക്കെ നല്ലാണെങ്കിലും ഫലസ്തു ഫീ അംറിൻ നിസാഇ അഹ്മദു, പെണ്ണൻ അയാളുടെ ഭാര്യ എന്ന നിലക്ക് ഞാൻ അയാളെ കുറിച്ച് നല്ലത് പറയില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഭർത്താവ് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. മൂപ്പരന് പാടി. മൂപ്പര് പറഞ്ഞു, ഞാൻ എന്റെ വിരിപ്പിൽ നിന്ന് അകന്നു പോയത് പരിശുദ്ധമായ ഖുർആനിലെ ചില ആയത്തുകൾ എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയതാണ്. ഭൗതികമായ എല്ലാ സുഖങ്ങളിൽ നിന്നും എന്റെ ചിന്തയെ അകറ്റിക്കളഞ്ഞതുകൊണ്ടാണ് എനിക്ക് രാത്രി മുഴുവൻ നിസ്കരിക്കാനും പകൽ മുഴുവൻ നോമ്പ് നിൽക്കാനും എന്റെ റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ളൊരു വഴിയായി ഞാനത് രണ്ടും സ്വീകരിച്ചതാണ് അവരുടെ ഭാര്യയിൽ നിന്ന് അകന്നു പോയത് എന്ന് ഇയാളങ്ങ് പാടി. അപ്പൊ മഹാനായ ഈ സ്വഹാബി അവർക്കിടയിൽ വിധി പറഞ്ഞിട്ട് പറഞ്ഞു, ഒരാൾക്ക് 4 വിവാഹം കഴിക്കാമല്ലോ, 4 വിവാഹം കഴിക്കാം ഒരാൾക്ക്. അപ്പോ 4 വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ തന്റെ ഭാര്യയുടെ അടുത്ത് 4-ൽ 1 ദിവസം, 4 ദിവസം കൂടുമ്പോൾ 1 ദിവസമെങ്കിലും തന്റെ ഭാര്യയുടെ അടുത്ത് ഉണ്ടാവണമെന്നാണ്. എന്നിട്ട് ഈ മഹാനായ സ്വഹാബി പറഞ്ഞു, ഈ സ്വഹാബിയോട് പറഞ്ഞു കൊടുത്തു, 3 ദിവസം നിങ്ങൾ ആരാധനയിൽ കഴിഞ്ഞോളൂ, 1 ദിവസം നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് നിങ്ങൾ നിൽക്കണം. എന്റെ പ്രിയമുള്ള പ്രവാസി സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പണമഴിച്ചു കൊടുക്കുന്നതിലല്ല കുടുംബജീവിതം. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളോട്, നിങ്ങൾ വിദൂരത്ത് നിന്ന് ചെയ്യുന്ന ഫോൺ കോളുകളൊക്കെ ഏറെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ ശാരീരികമായ സാന്നിധ്യവും സ്പർശവും കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ആരെങ്കിലും ഉണ്ടോ ദുന്യാവ് മതിയാവിൽ കിട്ടിയിട്ട്? ഇല്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അത്യാവശ്യമൊക്കെ കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു പോകണം. അത്യാവശ്യങ്ങൾ കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു പോകണം. ജീവിതം ഭൂമിയിൽ അനുഭവിക്കാനുള്ളതാണ്. അള്ളാഹു സന്തുഷ്ടമായ കുടുംബജീവിതം പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്ത് ഒരു ചെറിയ ദുആയോടുകൂടെ നമ്മൾ പിരിയാൻ ഒരുങ്ങുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് ഉത്തരമുള്ള സദസ്സാക്കി തരട്ടെ. വെള്ളിയാഴ്ച രാവാണ്, അതായത് വ്യാഴാഴ്ച സയ്യിദുൽ അയ്യാം, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങളുടെ നേതാവ് എന്ന് ഓർമ്മപ്പെടുത്തിയത് ഈ രാവിനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരാൾ സ്വലാത്തു ചൊല്ലി. രാവിന്റെ പ്രത്യേകത എന്താ? ഒരാൾ സ്വലാത്തു ചൊല്ലിയാൽ ഹദീസിൽ ഇങ്ങനെ കാണാം, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഖബറിന്റെ അടുത്ത് അല്ലാഹു ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു മലക്ക് എന്റെ ഖബറിന്റെ അടുത്തുണ്ട്. ഭൂമിയിൽ ആര് സ്വലാത്തു ചൊല്ലിയാലും ആ മലക്ക് ആ സ്വലാത്ത് എനിക്ക് എത്തിച്ചു തരും. ഹദീസിൽ ഇങ്ങനെയുള്ളത്, എല്ലാ സൃഷ്ടികളെയും കേൾക്കാനുള്ള കഴിവ് അല്ലാഹു മലക്കിന് കൊടുത്തിട്ടുണ്ട്. ഒരാൾ സ്വലാത്തു ചൊല്ലിയാൽ ഹദീസിൽ കാണാം, ആ മലക്ക് റസൂലുള്ളാഹിനോട് പറയത്രേ, നബിയേ ഇന്ന ഫുലാൻ ഇബ്നു ഫുലാൻ, അഹമ്മദിന്റെ മകൻ അബ്ദുൽ ലത്തീഫ്, അങ്ങേക്കൊരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയേ എന്ന് സ്വലാത്ത് ആ മലക്ക് അങ്ങനെ തന്നെ എത്തിച്ചു കൊടുക്കുന്നു. നമ്മളൊരു 10 സ്വലാത്ത് ചൊല്ലി സദസ്സിൽ വെച്ച് ദുആ ചെയ്യാൻ വെള്ളിയാഴ്ചരാവല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ ഒരു നോക്കു കാണാനുള്ള സൗഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. റബ്ബേ, കണ്ണടയുന്നതിന് മുമ്പ് ആ മുത്ത് നബിയെ കണ്ണുകൊണ്ട് കാണാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ റബ്ബേ. ആമീൻ. ഒരു 10 സ്വലാത്ത് ചൊല്ലി നമ്മൾ ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ഈ സദസ്സ്. ഒരു കാര്യം എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ജിദ്ദയുടെ അടുത്താണല്ലോ പരിശുദ്ധമായ മക്ക. ജിദ്ദക്കാരായ നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഹാജിമാരെ സ്വീകരിക്കാൻ കിട്ടുന്ന സൗഭാഗ്യം. ഹാജിമാരെ സ്വീകരിക്കാനും അവർക്ക് സേവനം ചെയ്യാനും കിട്ടുന്ന സൗഭാഗ്യം. ഞാൻ ഇപ്പൊ തന്നെ ഈ സദസ്സിൽ വന്നപ്പോൾ ചില ആളോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഹജ്ജൊക്കെ അല്ലേ, അതുകൊണ്ട് വന്നതാ നാട്ടിൽ നിന്ന്. എപ്പോഴാ നാട്ടിലേക്ക് പോകുന്ന വെച്ചു, ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് പോകും എന്ന് പറഞ്ഞാൽ മീനയിലേക്കൊന്ന് പോയി ആ നടക്കാൻ വയ്യാത്തവരൊന്ന് ഉന്തിക്കൊടുത്ത് കൈ പിടിക്കേണ്ട ആളൊന്ന് കൈയൊന്ന് പിടിച്ച്, ഞാൻ പറഞ്ഞില്ലേ മവദ്ദ, സ്നേഹം. ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ സ്നേഹം പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വേദി പരിശുദ്ധമായ ഹജ്ജ് കർമ്മം. ആ ഹജ്ജ് കർമ്മത്തിന് വരുന്ന പല രീതിയിലുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സേവിക്കാൻ കിട്ടുന്ന, നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവസരം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്തോടെ പല സംഘടനകളും ഹജ്ജ് മേഖലയിൽ
വിവിധങ്ങളായ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അള്ളാഹു എല്ലാവരുടെയും സേവനങ്ങൾ കബൂൽ ചെയ്യട്ടെ. ആര് ചെയ്യുന്നുവെങ്കിലും ഞാൻ അവരോടൊക്കെ ഓർമ്മപ്പെടുത്താണ്, എന്നോടും ഞാൻ ഓർമ്മപ്പെടുത്താണ്, വോട്ടിന് വേണ്ടി ആവരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വോട്ടിനാവരുത്. കാരണം എന്താ, അവിടെ പോയിട്ട് ഈ സേവന പ്രവർത്തനത്തിന്റെ ഇടക്കും പിന്നെ പാർട്ടി പ്രചരിപ്പിക്കുകയാണ്. എന്തിനാ? നാട്ടിൽ നിന്നൊരു വോട്ടെങ്കിലും അധികം കിട്ടാൻ. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളെയല്ല. ഞാനിത് പറയുമ്പോൾ ഞാൻ ആരെയോ ഉദ്ദേശിച്ച് പറയാൻ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. അവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ചില ആളുകളെയാണ്. എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾ വിചാരിക്കുന്ന ആളുകളെ ചെയ്യാറില്ല, മറ്റുള്ള ചെയ്യാറുണ്ട്. ഞാൻ എന്റെ കണ്ണോട് കണ്ടിട്ടുണ്ട്. എന്താ? സമുദായത്തിലുള്ള സംവിധാനം മുഴുവൻ പൊളിച്ചു നീക്കം ചെയ്യാൻ. ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയല്ലോ, കണ്ണൂർ ജില്ലയിൽ നിന്നും കേരളത്തിൽ നിന്നും വരുന്ന വാർത്തകൾ അങ്ങനെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമുദായത്തെ രക്ഷിക്കാനെന്ന് പറഞ്ഞു വന്നിട്ട് പിന്നെ സമുദായത്തെ ഭിന്നിപ്പിച്ച്, സമുദായത്തെ തമ്മിൽ തല്ലിച്ച്, സമുദായത്തെ തന്നെ അറുകൊല ചെയ്യുന്നവരായി മാറിയോ എന്ന് നമ്മൾ ഭയപ്പെടുകയാണ്. അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. നമ്മളൊക്കെ അന്ന് ഒരാശ്വാസം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അന്ന് വിചാരിച്ച് ആരെങ്കിലും ഒന്ന് അടിച്ചാൽ അടിക്കാൻ ആളുണ്ടല്ലോ എന്നാ. അപ്പം നമ്മുടെ സമുദായത്തിന്റെ പുറത്ത് തന്നെ അടിക്കണം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു വോട്ട് പോലും ഇതിന്റെ പിന്നിൽ കാക്ഷിക്കരുത്. അള്ളാഹുവിന്റെ വജ്ഹല്ലാതെ ഹാജിമാർക്ക് സേവനം ചെയ്യാമെന്ന അതിമഹത്തരമാണ്. നിങ്ങൾ കൊടുക്കണ കഞ്ഞിയുണ്ടല്ലോ, പടച്ച റബ്ബ് നിങ്ങൾക്ക് അതിന് പകരം ഹൗദുൽ കൗസറാവും നൽകുക. മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കുക, ഹാജിമാരെ സഹായിക്കുക. ഇന്നത്തെ സ്വഭാവമല്ലത്, ചരിത്രത്തിൽ പണ്ട് മുതലേ ഉള്ളതാണ്. പണ്ട് മുതലേ സിഖായത്ത്, ഹറമിൽ വെള്ളം കുടിപ്പിക്കാനുള്ള, സംസം വെള്ളം കുടിപ്പിക്കാനുള്ള അധികാരം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനാണ്. എപ്പോൾ? മക്കം ഫത്ഹിന്റെ സമയത്ത്. ആർക്കായിരുന്നു? അബ്ദുൽ മുത്തലിബിന്റെ കയ്യിലായിരുന്നു. അബ്ദുൽ മുത്തലിബിന് എങ്ങനെ കിട്ടി? അവരുടെ പിതാവായ ഹാഷിമിൽ നിന്ന്. ഹാഷിമിൽ എവിടെ നിന്ന് കിട്ടി? അവരുടെ പിതാവായിരുന്ന അബ്ദു മനാഫിൽ നിന്ന് കിട്ടി. അങ്ങനെ കൈമാറിപ്പോന്നതാണ് അബ്ദുൽ മുത്തലിബ്. അതിന്റെ മുമ്പ്, അബ്ദുൽ മുത്തലിബിന്റെ മുമ്പ് സംസം, ജുർഹും ഗോത്രത്തിന്റെ അതിക്രമം കാരണം സംസം വറ്റിപ്പോയിരുന്നു. സംസം ഉണ്ടായിരുന്നില്ല. അബ്ദുൽ മുത്തലിബിന് സ്വപ്ന ദർശനം ഉണ്ടായതാണ് സംസം കിണറിന്റെ ഭാഗത്ത് കുഴിക്കാൻ. കുഴിച്ചപ്പോഴാണ് സംസം ഉറവ് വന്നത്. അബ്ദുൽ മുത്തലിബിനായിരുന്നു അതിന്റെ അധികാരം. അബ്ദുൽ മുത്തലിബ് തന്റെ മകനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വന്നല്ലോ. മക്കത്ത് വന്ന് മക്കം ഫത്ഹിന്റെ സമയമാണ്. ബനൂ തൽഹയായിരുന്നു അന്ന് കഅബയുടെ ചാവി കയ്യിൽ വെച്ചിരുന്നത്. പരമ്പരാഗതമായി കൈവച്ചു പോന്നതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ചാവി വാങ്ങിയിട്ട് പരിശുദ്ധമായ കഅബാലയം തുറന്ന് കഅബയൊക്കെ വൃത്തിയാക്കി, ബിംബങ്ങളെ തുടച്ചു നീക്കി കഅബ കഴുകി പുറത്തേക്ക് വരാൻ. പുറത്തേക്ക് വന്നിട്ട് കഅബാലയം പൂട്ടി, ചാവി കൊണ്ട്, താക്കോൽ കൊണ്ട് പൂട്ടിയപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുത്തുണ്ട്. ബനൂ തൽഹയുടെ മക്കളിൽ നിന്ന് മുസ്ലിംകളല്ലാത്തവരായി ഇത് കയ്യിൽ വെച്ചിരുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തുണ്ട്. ഇവരൊക്കെ മനസ്സിലാക്കിയത് എന്താ? റസൂലുള്ളാഹി ചാവി ഒലിക്ക് തിരിച്ചു കൊടുക്കൂലാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എന്റെ കയ്യിലേക്ക് തരണമത്. കഅബയിൽ സംസം വെള്ളം കുടിപ്പിക്കാനും കഅബാലയത്തിന്റെ പരിപാലനത്തിനുമുള്ള അവകാശം എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോഴാണ് ആയത്തിറങ്ങിയത്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞത്, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, നിങ്ങൾ അവിശ്വസ്തമായി നിങ്ങളെ ഏൽപ്പിച്ച സാധനം നബിയെ തിരിച്ചു കൊടുക്കണം. ആയത്തിറങ്ങി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ഞാൻ പറയുന്നത്, കഅബയുടെ പരിപാലനം, സംസം കുടിപ്പിക്കുക, ഹാജിമാർക്ക് സേവനം ചെയ്യുക. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പേ മക്കയിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഹാജിമാർക്ക് സൗകര്യം ചെയ്യുക. ഇതൊക്കെ അന്ന് മുതലേ ഉണ്ടായിരുന്നതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ 9ാമത്തെ വർഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് വന്ന സമയം റസൂലുള്ളാഹി മക്കയിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ കാലശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ മഹാനവറുകൾ ഭക്ഷണം വിതരണം ചെയ്തു മക്കത്ത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തായപ്പോൾ മഹാനവറുകൾ ഭക്ഷണം വിതരണം ചെയ്തു. അതാണ് ഇപ്പോഴും നടക്കുന്നത്. ദുൽഹിജ്ജ 10 മക്കത്ത് പോയാൽ അവിടെ കിട്ടുന്ന ഭക്ഷണം ഭരണാധികാരികളുടെ വകയായി വിതരണം ചെയ്യുന്ന ഭക്ഷണമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊക്കെ കാലാകാലങ്ങളായി നിലനിന്ന് വരുന്നതാണ്. അൽഹംദുലില്ലാഹ്, ഈ കൊല്ലം നമ്മുടെ SKIC-യുടെയും SYS-ന്റെയും നേതൃത്വത്തിൽ 100 വളണ്ടിയേഴ്സിനെ, വിഖായ വളണ്ടിയേഴ്സിനെ ഹജ്ജുമാരുടെ സേവനത്തിനായി ഈ കൊല്ലം മുതൽ ഇൻഷാ അല്ലാഹ് വിന്യസിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അതിന് സന്നദ്ധനായി മുന്നോട്ട് വന്ന വിഖായ വളണ്ടിയേഴ്സിനെ, വിഖായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിഖായ സെക്യൂരിറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഖായ,
അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഹാജിമാരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട സേവനം ചെയ്യുക. പേരും അങ്ങനെ തന്നെ, ആ പേരും ഏതോ അർത്ഥത്തിൽ യോജിച്ചു വന്നിരിക്കുകയാണ്. അള്ളാഹു ആ സേവന മേഖലയിലേക്ക് മുന്നോട്ട് വന്ന ആളുകൾക്ക് അത് നരകത്തിൽ നിന്നുള്ള രക്ഷാകവചമാക്കി കൊടുക്കട്ടെ. ഞാൻ എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇതിൽ സേവനം അനുഷ്ഠിക്കാൻ സന്നദ്ധരായ ആളുകൾ മുഴുവൻ ആ മേഖലയിലേക്ക് കടന്നു വരണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ചില ആളുകൾക്ക് തിരക്കുണ്ടാവും, അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല. ഒരു വിഖായ വളണ്ടിയറായി അല്ലെങ്കിൽ ഒരു സേവകനായി, ഹജ്ജ് വളണ്ടിയറായി ആ ഭാഗത്ത് സേവനം ചെയ്യാനുള്ള അവസരം ലഭിക്കാത്തവരുണ്ടാവും. ബിസിനസ്, തിരക്ക്, കച്ചവടം, ഓട്ടം, ശരിയാണ്, അതും വേണം. സമ്പത്തുള്ളത് കൊണ്ടാ ദീനുണ്ടായത്. സമ്പത്തില്ലാതെ ദീനിന് വളർച്ചയുണ്ടായില്ലല്ലോ. പുണ്യനബിയുടെ കയ്യിൽ അല്ലാഹു സ്വത്ത് കൊടുത്തിട്ടില്ലെങ്കിലും റസൂലുള്ളാഹിന്റെ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഖദീജ ബീവി ഒക്കെ സമ്പന്നരാക്കി. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ 100 വളണ്ടിയേഴ്സിനെ നമ്മൾ സമർപ്പിക്കുന്നുണ്ട്. ഒരു വളണ്ടിയേഴ്സിന് വരുന്ന ചെലവ് 350 റിയാലാണ്. അവർക്ക് ഭക്ഷണം, പിന്നെ താമസം, ഇതൊക്കെ വരുന്ന ചെലവ് ഒരു വളണ്ടിയേഴ്സിന് ഈ ഹജ്ജ് സമയത്ത് വരുന്ന സേവനത്തിന്റെ ചെലവ് വരുന്നത് 350 റിയാലാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്, സാധാരണ ഈ വിക്കായ വളണ്ടിയേഴ്സിനൊക്കെ തയ്യാറാകല് ചെറിയ ശമ്പളമുള്ള സാധുക്കളായ ആളുകളാണോ? 8 മണിക്കൂർ ജോലി, ചെറിയ ശമ്പളമൊക്കെ ഉള്ള ആളുകളാണ് ഇതിന് തയ്യാറാവാം. ഓരോ 1000, 1500 റിയാൽ, എത്ര ശമ്പളം? 2000 ഒക്കെ റിയാല് ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകൾ എടുത്തുന്ന ഒരു 350 റുപ്യ ചോദിച്ചാൽ സാധുക്കൾ വിഷമിച്ചു. അപ്പൊ ഈ 100 വളണ്ടിയേഴ്സിന് ആവശ്യമായ ഒരു വളണ്ടിയേഴ്സിന് 350 റിയാൽ എന്ന രീതിയിൽ 35,000 റിയാൽ നമുക്ക് ഈ വർഷം ഹജ്ജ് മേഖലയിലേക്ക് 100 വിഖായ വളണ്ടിയേഴ്സിനെ സമർപ്പിക്കാൻ നമുക്ക് ചെലവുണ്ട്. മനസ്സിലായല്ലോ? ചെലവുണ്ട്. 100 ആളുകൾ, കഴിയാവുന്ന 100 ആളുകൾ, ഓരോ ആളുകളെ ഏറ്റെടുത്താൽ ഓൽ എന്തൊക്കെ സേവനം ചെയ്യണ്, ആ സേവനത്തിന്റെ മുഴുവൻ കൂലിയിലും ഈ കൊടുക്കുന്ന ആളുകൾ പങ്കാളികളാണ്. അത് വലിയ നിയമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹാജിക്ക് തന്നെ പല ഹദീസുകളിലും പല രീതിയിലാണ് വന്നത്. 10 ആളുകളെ 70 ആളുകളെ വരെ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്താനുള്ള അധികാരം ഉണ്ടാവുന്ന. ഞാൻ പറയട്ടെ, ചില വളണ്ടിയേഴ്സിന്റെ ഒക്കെ സേവനം നിങ്ങൾക്ക് ആ ആളുകൾ നിങ്ങളെ ജീവിതത്തിലെല്ലാം മരിച്ചാൽ പോലും മറക്കാത്തത്ര വലിയ സ്നേഹമാവും. എന്റെ കൂടെ ഒരിക്കൽ വന്ന ഒരാൾ, അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത്, മിനയിൽ മുസ്ദലിഫയിൽ കുടുങ്ങിപ്പോയി, നടക്കാൻ വയ്യ. എന്നോട് പറഞ്ഞു, ഈ കുപ്പായിട്ട വളണ്ടിയേഴ്സാ ഉന്തിക്കൊണ്ടുവന്നത് ഏതുവരെ? മിനയിലെ ടെന്റ് വരെ. ഇപ്പോഴും അയാൾ പറയാറുണ്ട്, എനിക്കൊരിക്കലും ആ മുഖം ഇന്ന് വരെ മറന്നുപോയിട്ടില്ല. അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അയാൾക്കിപ്പം നടക്കാൻ കഴിയില്ല. അദ്ദേഹം ഇരുന്നാ നിസ്കരിക്കുകയൊക്കെ ചെയ്യാറുള്ളത്. അയാൾ പറയാറുണ്ട്, ആ മുഖം ഞാൻ മറന്നുപോയിട്ടില്ല. 6 കൊല്ലം മുമ്പ് മുസ്ദലിഫയിൽ നിന്ന് മിനയിൽ കൊണ്ടുപോയാക്കിയ ആ ആളെ മറന്നുപോയിട്ടില്ല. എന്നോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പോഴും ദുആ ചെയ്യാറുണ്ട്, എന്റെ ഹജ്ജ് ഞാൻ മറക്കാത്ത ഹജ്ജാണ്. എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ വിഖായ വളണ്ടിയേഴ്സിന് ആവശ്യമായ 100 പേരെ ഏറ്റെടുക്കാൻ പറ്റാവുന്ന ആളുകൾ, 100 പേരും കൂടി ഒരാളല്ല, ഓരോ ആളുകളെ ഏറ്റെടുക്കാൻ പറ്റാവുന്ന ആളുകളൊന്നും കൈപ്പൊക്കും. പെട്ടെന്ന് നമ്മുടെ സമയം, ഹോട്ടലിന്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇനി 11:45 വരെയാണ് പറഞ്ഞത്. ഇഞ്ഞൊരു 3:45 നമുക്ക് ബാക്കിയില്ല. അത്രയും സമയം 5 മിനിറ്റ് അതിക്രമിച്ചിരിക്കും.